ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനു ശരീഫിനെ സ്വീകരിക്കുക എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാമി ബിഖുസൂസിയാത്തി സിയാം എന്ന ബറക്കത്താക്കപ്പെട്ട കിതാബ് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കിതാബ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചു. ഏതാനും ചില ഹദീസുകൾ ഇന്നലെ നാം ഓതി. തുടർന്നും കുറേയേറെ ഹദീസുകൾ നോമ്പിന്റെ പൊതുവായ ഗുണങ്ങളും മഹത്വങ്ങളും വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം അവർകൾ പറയുകയാണ്. അതിനുശേഷമാണ് റമളാനുമായി പ്രത്യേകം ബന്ധപ്പെട്ട ഹദീസുകൾ വരുന്നത്. ബറക്കത്തിന് വേണ്ടി അവ പെട്ടെന്ന് ഓടിച്ചിട്ട് ഓതുകയാണ്. എന്നാൽ ഓരോ ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിച്ച് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റമളാൻ കഴിയോളും ഈ ഹദീസുകളെ പറ്റി തന്നെ പറഞ്ഞാലും തീരൂല. ആ ഉദ്ദേശം ഇപ്പോൾ നമുക്കില്ല. മറിച്ച് നാം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ബറക്കത്തിന് വേണ്ടി മാത്രം ആ ഹദീസുകൾ ഓതിപ്പോവുകയും തുടർന്ന് വരുന്ന ഫിഖ്ഹിയായ റമളാനുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിധിവിലക്കുകൾ സംബന്ധിച്ച ഫിഖ്ഹ് ക്ലാസിന്റെ ചർച്ചയാണ് അസ്ലുദ്ദേശം. അതിന്റെ ആമുഖം എന്ന നിലയ്ക്ക് ഇമാം അവർകൾ പറഞ്ഞ ഏതാനും ഹദീസുകൾ ബറക്കത്തിനു വേണ്ടി ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. وأخرج أحمد والبخاري رحمهم الله عن أبي هريرة رضي الله تعالى عنه الصيام جنة فلا يرفث ولا يفسق ولا يجهل وإن امرؤ قاتله أو شاتمه فقل إني صائم مرتين والذي نفسي بيده لخلوف فم الصائم يطيب عند الله من ريح المسك يترك طعامه وشرابه وشهوته من أجلي الصيام لي وأنا أجزي به والحسنة بعشر أمثالها. ഏകദേശം ഹദീസൊക്കെ നേരത്തെ ഓതിപ്പോയ ആശയം തന്നെയാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. സിയാമു ജുന്ന, നോമ്പ് എന്നത് നരകത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ കാക്കുന്ന ഒരു പരിച പോലെയാണ്. അതുകൊണ്ട് പരിച പോലെയാണെന്ന് പറഞ്ഞാൽ ആവണം എന്ന്, പരിച പോലെ ആവണം എന്നൊരർത്ഥം ഇവിടെ. അതായത് ഫലാ യർഫസ് വലാ യഫ്സുഖ് വലാ യജ്ഹൽ, വിവരക്കേട് പ്രവർത്തിക്കരുത്, തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത്, അശ്ലീല വാക്ക് പറയരുത്. അപ്പോഴാണ് അത് പരിചയമായി മാറുന്നത് എന്നർത്ഥം. അതൊരു പരിചയമാണ് എന്ന് പറഞ്ഞാൽ പരിചയമായി ഉപയോഗിക്കണം. അപ്പോ തെറ്റുകുറ്റങ്ങൾക്ക് കാരണമാകുന്ന, അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാവുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും സ്വഭാവങ്ങളും ഒക്കെ വെടിയണം എന്നാണ് ഉദ്ദേശം. സ്വയം അങ്ങനെ ചെയ്തതിന് പുറമോയിനും ഒരാൾ തന്നോട് ഇങ്ങോട്ട് ശണ്ട കൂടാൻ വരികയോ വഴക്കടിക്കുകയോ ചെയ്താൽ ഫല്യഖുൽ, ഈ നോമ്പുകാരൻ പറഞ്ഞുകൊള്ളണം ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളണം. മറത്തൈനി, 2 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. അതിന് വിശദീകരണം ഇമാം അവർകൾ തന്നെ പറഞ്ഞു. വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിന് തന്നെ സത്യം, ലഖലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായിൽ നിന്നുണ്ടാവുന്ന പകർച്ചയുടെ
എനിക്ക് വേണ്ടി പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന ഇബാദത്താവുന്നു നോമ്പ്. അതുകൊണ്ട് അന അജ്സീബിഹി, അതിൽ ഞാൻ കണക്ക് പറയാതെ പ്രത്യേകമായി തന്നെ പ്രതിഫലം നൽകുകയും ചെയ്യും. സാധാരണ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, സാധാരണ കൊടുക്കുന്നത് മറ്റ് ഇബാദത്തുകളൊക്കെയാണെങ്കിൽ മറ്റ് ഇബാദത്തുകൾക്കൊക്കെ ചുരുങ്ങിയത് ഒന്നിന് 10 ഇരട്ടി എന്നിങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഫലമാണ്. നോമ്പിന് അങ്ങനെ കണക്ക് പറയാതെ ഉള്ള പ്രതിഫലമാവുന്നു. അഹ്മദ് ബുഖാരി വന്നസായി ഇബ്നു മാജ അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുല്ലു അമലി ഇബ്നി ആദം യുദാഫ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സ്വാലിഹായ അമലുകളും ഇരട്ടിയാക്കിപ്പെട്ടുകൊണ്ട് പ്രതിഫലം നൽകപ്പെടും. അഥവാ അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു സൽക്രമം ചുരുങ്ങിയത് 10 ഇരട്ടിയോ അവിടെ നിന്ന് ഇലാ 700 ഇരട്ടി വരെയോ ഇലാ മാഷാ അല്ലാഹ്, അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു ഉദ്ദേശിച്ച ഇരട്ടികൾ ഏതായാലും കണക്കാക്കപ്പെട്ട ഇരട്ടികളായിരിക്കും. പക്ഷേ ഖുദ്സിയായ ഹദീസിൽ ഖാലല്ലാഹു തആല, അല്ലാഹു തമ്പുരാൻ പറയുന്നു, ഇല്ല സൗം, ഇങ്ങനെ കണക്ക് വെച്ചുകൊണ്ട് ഇരട്ടിയാക്കപ്പെടുക എന്നത് നോമ്പൊഴികെയുള്ള ഇബാദത്തുകളുടെ സ്വഭാവമാണ്. ഫഇന്നഹു ലീ, അതെനിക്ക് പ്രത്യേകമായി ചെയ്യുന്ന സ്വകാര്യമായ ഇബാദത്താണ്. അതുകൊണ്ട് അന അജ്സീബിഹി, അതിന് ഞാൻ പ്രത്യേകം കൂലി കൊടുക്കും, അതിന് കണക്ക് ഇരട്ടി പറയാറില്ല. എന്താ കാരണം? ഇതോ ശഹ്വതഹു, തന്റെ വികാരത്തെ താൻ ഉപേക്ഷിക്കുന്നു, വതഅമഹു, അവന്റെ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നു, മിൻ അജ്ലി, എനിക്ക് വേണ്ടി. ലിസ്വാഇമി ഫറഹതാൻ, ഒരു നോമ്പുകാരന് മഹത്തായ 2 സന്തോഷങ്ങൾ അവസരമുണ്ട്. ഒന്ന് ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള മഹത്തായ ഒരു സന്തോഷവും, വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ പരലോകത്ത് റബ്ബിന്റെ ലിഖാ ഉണ്ടാവുന്ന സമയത്തുള്ള ഒരു സന്തോഷവും. ലഖലൂഫുഹു ഇസ്വാഇമി യത്യമു ഇൻദല്ലാഹി മിൻ മിസ്ക്, കസ്തൂരിയുടെ വാസനയേക്കാൾ സുഗന്ധമേറിയതാവുന്നു നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാസന. ഇനി അതിന്റെ ഏതാനും വിശദീകരണങ്ങൾ ഇമാം അവരോട് പറയാം. ഫലാ യർഫസ് എന്ന് പറഞ്ഞാൽ വറഫസ് ഹുന, ഇവിടെ ഹദീസിൽ പറയുന്ന ലാ യർഫസ് എന്ന് പറഞ്ഞിടത്ത് ഉപയോഗിച്ച റഫസ് മുത്ലഖുൽ മാസിയ, ഒരു പക്ഷേ കുറ്റകരമായ കാര്യങ്ങളൊക്കെ എന്നർത്ഥം. എല്ലാ കുറ്റകരമായ കാര്യങ്ങൾക്കും റഫസ് എന്ന് പറയും. അത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ. അതല്ലെങ്കിൽ അവില്ലാവു, ഫലശൂന്യമായ ഗുണം കെട്ടവ എല്ലാം, ഒരു ഫലപ്രദമല്ലാത്ത ആഹ്റത്ത് കൂലിട്ടുന്നതല്ലാത്ത വെറുമ്പാക്ക്, അത് ഉൾപ്പെടെയാണ് റഫസ്. യസ്ഹബ് എന്ന് പറഞ്ഞാലോ ശബ്ദകോലാഹലം ഉണ്ടാക്കുക, ഒച്ചയിടുക, നാടൻ ഭാഷയിൽ പറയാം. ഹദീസിന്റെ ആകത്തുക ആശയം വൽ മുറാദു തർക്കുൽ മാസിയത്തി മുത്ലഖൻ, കുറ്റകരമായ വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ എല്ലാം ഉപേക്ഷിക്കുക എന്നാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല കദൽ കലാം, സംസാരവും പരമാവധി ഉപേക്ഷിക്കുക. ഏതൊഴിച്ച് ഇല്ല ഖുർആനിൻ ഔ ദിക്രി, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക പോലെയുള്ള ആഖിറത്തിൽ ഫലം കിട്ടുന്ന കാര്യങ്ങൾ പറയട്ടെ, ഇൽമിന്റെ കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ. അല്ലാതെ നാളെ പരലോകത്ത് കൂലി കിട്ടുന്നതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുകയാണ് ഒരു നോമ്പുകാരന്റെ അവസ്ഥ. ഇതാണ് ജുന്ന ആവേണ്ടത് എന്ന് ചുരുക്കം. എന്നാൽ മുഹാസിനിഹി, തന്നോട് തർക്കിക്കാൻ വന്ന ആളോട് പറയണ്ട ഇന്നിമുൻ എന്നല്ലോ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം, എന്ന് 2 വട്ടം പറയണമെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ വാക്ക് യകൂനു ബിലിസാനിഹി, നാവുകൊണ്ട് അവൻ കേൾക്കേ തന്നെ പറയണം. എന്തിനാണ് അങ്ങനെ കേൾക്കെ പറയേണ്ടത്? ഞാൻ നോമ്പുകാരനാകുന്നു സുഹൃത്തെ എന്ന് തന്നോട് വഴക്കടിക്കാൻ വന്നവനോട് പറയുമ്പോൾ, അത് മുഖേന തന്നോട് വഴക്കടിക്കാൻ വന്ന തന്റെ പ്രതിയോഗി വേണമെങ്കിൽ ഒരു പക്ഷെ അള്ളാഹുവിനെ പേടിച്ചിട്ട് അവൻ മഹത്തായ നോമ്പെന്ന് പറയുന്ന പുണ്യകർമ്മത്തിലാണ്, ഞാനത് ഫസാദാക്കണ്ട എന്ന നിലക്ക് ആ വഴക്കടിക്കുന്നതിൽ നിന്നിട്ടും അവൻ പിന്മാറി വിരമിച്ചേക്കും അതിനുവേണ്ടി. പക്ഷേ വയംബഗി, ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്, അന്ന മഹല്ലഹു, തന്റെ പ്രതിയോഗി വഴക്കടിക്കുന്നത് വെടിയട്ടെ എന്ന നിലക്ക് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം വാക്കാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ നമിനരിയ
അതുകൊണ്ട് ലോകമാന്യം വരില്ല എന്ന് കാണുമ്പോഴാണ്. ലോകമാന്യം വരും എന്ന് കണ്ടാലോ എന്ന് സ്വന്തം നഫ്സിനോട് മനസ്സ് പറയണം. ഈ കുറ്റകരമായ അനാവശ്യമായ വാക്കുകളിൽ നിന്നൊക്കെ ശരീരം മാറി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വഴക്കടിക്കുന്നവനോട് മറുപടി പറയുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിനോട് സ്വന്തം ശരീരത്തിനോട് ഏതായാലും വേണം. അതോടുകൂടി റിയാദ് വരുന്നില്ലെങ്കിൽ തന്റെ പ്രതിയോഗിയോടും തന്നെ ഇന്നേ സ്വാമിൻ എന്ന് പറയണം എന്ന്. ഇനി ഖലൂഫ് എന്നതും ഹുലൂഫ് എന്നതും ഹുലൂഫ് എന്ന് ഒന്നുകൊണ്ടാണ് അധികവും പ്രയോഗം. വഖത്തുഫ്ത ചിലപ്പോൾ ഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് ഖലൂഫ് എന്നും പറയാറുണ്ട്. ഖലൂഫ് എന്നത് കുറഞ്ഞ കലീലായ ഭാഷയാണ്. പ്രസിദ്ധമായ ഭാഷ ഹുലൂഫ് എന്ന് ഒന്നുകൊണ്ടാണ്. രണ്ടായാലും അതിന്റെ അർത്ഥം തഗയ്യുറുൽ ഫമി മിന സൗം, നോമ്പ് കാരണം വായ്ക്ക് വരുന്ന പകർച്ചക്കാണ് ഖലൂഫ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സുഗന്ധമുള്ളതാണ് നോമ്പുകാരന്റെ വായ പകർച്ച വന്നതുകൊണ്ടുള്ള ഈ വാസന പുണ്യം പറഞ്ഞല്ലോ, അത് എന്തിനാ നമ്മുടെ മദ്ഹബ് പ്രകാരം ഈ ഹുലൂഫ് മഹത്തരമാവുന്നത് പ്രത്യേകമാണ്. ബിമാ ബഅദ സവാരി ഗാലിബൻ, മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ വായ പകൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തദുല്ലു, അതറിയിക്കുന്നുണ്ട് അലാ ത്വലബി ബഖായിഹി, ഈ ഖുലൂഫ് അവിടെ നിന്നോട്ടെ, അത് നീക്കിക്കളയേണ്ടതില്ല എന്നറിയിക്കുന്നു. അതുകൊണ്ടാണ് ഈ വായയുടെ പകർച്ച വന്ന വാസനയെ നീക്കിക്കളയൽ കറാത്താക്കപ്പെടും ബിസ്വാക്കി, മിസ്വാക്ക് ചെയ്തുകൊണ്ട് ബഅദ സവാലി, ഉച്ച തിരിഞ്ഞതിന് ശേഷം എന്ന് നമ്മുടെ മദ്ഹബിൽ പറയാൻ കാരണം. പക്ഷേ ഔ അകല കരീഹൻ നാസിയൻ മസലൻ, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി എന്നിരുന്നാലും അതല്ലെങ്കിൽ നോമ്പുകാരനാണെന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ ദുർഗന്ധമുള്ള വല്ല വസ്തുക്കളും ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷമെങ്കിൽ ആ വാസന ഉറങ്ങിയിട്ടുള്ള മാറ്റമാണെങ്കിലും, അല്ലെങ്കിൽ ദുർഗന്ധമുള്ള വസ്തുക്കൾ നോമ്പാണെന്ന് ഓർമ്മയില്ലാതെ ഭക്ഷിച്ചത് കൊണ്ടോ ഉള്ളതാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷമുള്ള വാസന നീക്കേണ്ടതില്ല, അത് കറാത്താകും എന്നാണ് നമ്മുടെ മദ്ഹബ്. എന്നാൽ ഈ കറാത്ത് ഏത് വരെ നിൽക്കും? വതന്തഹിൽ കറാത്തു, ഈ വാസന മാറ്റം മിസ്വാക്ക് ചെയ്തുകൊണ്ട് നീക്കൽ കറാഹത്താണെന്ന് പറയുന്ന ഈ കറാഹത്ത് അവസാനിക്കും ബിഗുറൂബി ശംസി, സൂര്യാസ്ത്രയം കൊണ്ട്. അപ്പൊ നോമ്പ് കഴിഞ്ഞല്ലോ, നോമ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞു, നോമ്പ് കഴിയുന്നത് വരെയാണ് അത് നീക്കരുത് എന്ന് പറഞ്ഞു. ഇനി ഫറഹും ബിൽ ഫിത്രി, രണ്ട് സന്തോഷമുണ്ട് നോമ്പുകാരന് എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തേത് നോമ്പ് തുറക്കുന്ന അവസരത്തിൽ, അതെന്താ സന്തോഷം? ഒരു പക്ഷേ ഒന്ന് അന്നപാനാദികളിലേക്ക് പ്രകൃതിയാ തന്നെ മനുഷ്യൻ വളരെയേറെ ആഗ്രഹിക്കും. ആ ആഗ്രഹത്തെ വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെ. ഒരു പക്ഷേ അങ്ങനെ. അതല്ല, അന്നല്ലാഹ തആല അല്ല, ഇന്നത്തെ ഒരു മഹത്തായ ദിവസം, നോമ്പെന്ന് പറയുന്ന ഒരു പുണ്യകർമ്മം പൂർത്തീകരിക്കാൻ അല്ലാഹു സൗഭാഗ്യം തന്നല്ലോ എന്നുള്ള സന്തോഷം. അതാണ് രണ്ടർത്ഥം വെക്കാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നത് രണ്ടാമത്തെ അർത്ഥമാണ്. എന്നാൽ ബാഹ്യമായി ആദ്യത്തെ അർത്ഥമാണ്. രണ്ടും ആവാം. ഇനി രണ്ടും കൂടിയാണെങ്കിലും കുഴപ്പമില്ല. അഥവാ ഒരു മഹത്തായ പുണ്യകർമ്മമാവുന്ന ഒരു ദിവസത്തെ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞു, അല്ലാഹു തആലയുടെ അടിമയാവുന്ന എനിക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമല് ചെയ്തു തീർക്കാനുള്ള സൗഭാഗ്യം കിട്ടി എന്ന സന്തോഷവും, കൂട്ടത്തിൽ വിശപ്പും ദാഹവും കഠിനമായ സമയത്ത് അല്ലാഹു തആല ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഹലാലാക്കി തന്നു എന്ന സന്തോഷം ആയിക്കോട്ടെ. രണ്ടും ഒന്നിച്ചു വരാം.
നോമ്പ് തുറക്കൽ കൊണ്ടിട്ട് നല്ല നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് നടത്തും. അപ്പോ ഈ ഇബാദത്ത് പൂർത്തിയാകുന്നപ്പോഴാണല്ലോ ഇത് ബിഹി തന്തഹിൽ ഇബാദത്തു ഒതത്തിമ്മു. നോമ്പ് തുറക്കേണ്ട സമയം കിടക്കുമ്പോഴാണല്ലോ ആ ഇബാദത്താവുന്ന നോമ്പ് അവസാനിക്കുന്നതും പൂർണ്ണമാവുന്നതും ആ സമയത്ത്. അപ്പൊ രണ്ടും ഒന്നിച്ചു വന്നോട്ടെ. ഇനി നോമ്പ് കൊണ്ട് എന്താ ലിഖാഇ റബ്ബിഹി, റബ്ബിന്റെ ലിഖാഇന്റെ സമയത്ത് പ്രത്യേകമായ സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലിമാ യുശാഹിദു മിൻ അളീമി സവാബിഹി ലിസ്വായിമീൻ, നോമ്പുകാർക്ക് ലഭിക്കുന്ന മഹത്തായ ആ പ്രതിഫലത്തെ നേരിൽ കാണുകയും അതനുഭവിക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടുമ്പോഴാണ്. ഇക്കണക്കിനാണെങ്കിൽ അള്ളാഹ് ഹറാമാക്കി 5 ദിവസം വെച്ച് ബാക്കി എന്നും നോമ്പ് നോൽക്കാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുമാറുള്ള മഹത്തായ പ്രതിഫലമാണ് അവിടെ ലഭിക്കുക. അതാണ് റബ്ബിന്റെ ലിഖാഇന്റെ സമയത്ത് സന്തോഷിക്കും എന്ന് പറയും. ഇനി എല്ലാ അമലും അവനവന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഇല്ല സൗം, നോമ്പ് ഒഴിച്ച്. എന്താ നോമ്പിനെ ഒഴിച്ച് ചെയ്ത് ബയാനി അന്ന സൗമ, നോമ്പ് ഇഖ്തസ്സാദ് പ്രത്യേകമായി അൻബഖിയത്തിൽ അമാലി, മറ്റെല്ലാ അമലുകളിൽ നിന്നും നോമ്പ് പ്രത്യേകമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ്. എന്തുകൊണ്ട് ബിളാഫത്തിഹി അല്ലാഹി തആല, നോമ്പിനെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് വസ്സൗമു ലീ എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ചേർത്തി പറഞ്ഞത് ഇളാഫത്തു തശ്രീഫിൻ, ഒരു സെക്കൻഡ്. ഉസ്താദ് മൈക്ക് വിട്ടതായിരിക്കും തൽക്കാലം, എന്തോ ഒരു അത്യാവശ്യത്തിന് വിട്ടാ തോന്നുന്നു. നേരത്തെ മൈക്ക് ഒന്നിനൊരെണ്ണം ചെറുതായിട്ട് പോയതാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ട്? അബു ഷാക്കിർ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റൈസാനി കാണുമായിരുന്നു. അവിടെ എന്തോ ചെറിയ സംസാരം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്ക് വിട്ടു. ഓക്കെ. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യപ്പെട്ട, അതുകൊണ്ട് ഒന്ന് മൈക്ക് വിട്ടതാണ്. അസ്സൗലി എന്ന് പറഞ്ഞല്ലോ, നോമ്പ് എനിക്കുള്ളതാണ്. എല്ലാ ഇബാദത്തും അല്ലാഹു തആലാക്കുള്ളതാവുമ്പോഴല്ലേ അത് കബൂലാവുള്ളൂ. നോമ്പ് പിന്നെ പ്രത്യേകം പറയാൻ കാരണം എന്താ? അത് ഇളാഫത്തു തശ്രീഫിൻ, അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അതിനെ ഉന്നതിപ്പെടുത്തുക, ഷറഫാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നർത്ഥം. ഷറഫാക്കാൻ വേണ്ടി എന്നാ ഉന്നതിപ്പെടുത്തുക. മറ്റേ ഇബാദത്തുകളിൽ നിന്നിട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു ഉന്നതമായ ഇബാദത്താണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് തശ്രീഫിന്റെ ഇളാഫത്ത്. ഇതുപോലെ കഅബ ശരീഫിനെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി എന്ന് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ബൈത്ത്. പള്ളികളെ സംബന്ധിച്ച് പറയും ബുയൂത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ബൈത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു താമസിക്കുന്ന ബൈത്ത് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അള്ളാഹു തആല സർവകാലങ്ങളെ തൊട്ടിട്ട് വിശുദ്ധനല്ലേ. അപ്പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച വീട് എന്നതുപോലെ അസ്സൗമു ലീ എന്ന അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞത് തശ്രീഫിന്റെ ഇളാഫത്താണ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പറഞ്ഞേക്കന്നെ ഈ ഒരാൾക്ക് കുറെ മക്കളുണ്ട്, കൂട്ടത്തിൽ എല്ലാം കൊണ്ടും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനുണ്ട്. അവനെ പറ്റി പറയും അവൻ എന്റെ മോനാണ് എന്ന് പറയാറുണ്ട്. അവൻ എന്റെ മോനാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും എന്റെ മക്കളല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. അവൻ എനിക്ക് പ്രത്യേകം വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മകനാണ് എന്നതുപോലെ തശ്രീഫിന്റെ ഇളാഫത്താണ് സൗമുലി. എന്താ അവിടെ ഒരു തശ്രീഫ്? അതിന് പ്രത്യേകിച്ച് ഏനാമം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബിഅന്ന സവാബഹു
ഈ നോമ്പിന്റെ പ്രതിഫലം വസല ഇലാ ഗായത്തിൻ തഖ്സുൽ ഉഖൂൽ അൻ ഇദ്റാകിഹാ, മനുഷ്യ ബുദ്ധി കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അതിമഹത്തായ ഒരു സ്ഥാനത്താണ് നോമ്പുള്ളത് എന്ന് വരുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവിന് വേണ്ടി ചെയ്ത ഇളാഫത്താണ്. ഫഫായിദത്തുൽ ഇസ്തിസ്നായി അൽ ഇലാമു ബിദാലിക ഇല്ല സൗം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നോമ്പ് എല്ലാ ഇബാദത്തും അല്ലാഹുവിനുള്ളത് തന്നെ, അതിനൊക്കെ പ്രതിഫലം കൊടുക്കുന്നവനും അല്ലാഹു തന്നെ, എങ്കിലും മറ്റുള്ള ഇബാദത്തുകൾക്ക് ഇല്ലാത്ത ചില മഹത്വങ്ങൾ, ചില സ്ഥാനങ്ങൾ ഇതിനുണ്ടെന്നും അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾക്ക് നൽകുന്ന പ്രതിഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ ഒരു അവസ്ഥ ഈ നോമ്പിന്റെ പ്രതിഫലത്തിനുണ്ട് എന്നും സൂചിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹസനത്ത് 10 ഇരട്ടി പ്രതിഫലമാവാം, ചിലപ്പോൾ 70 ഇരട്ടിയും 700 ഇരട്ടിയും, ചിലപ്പോൾ എത്രയോ എന്ന് എണ്ണിയാൽ പൊടിങ്ങാത്ത അത്രയും ഇരട്ടിയും എന്ന് പറഞ്ഞതും എണ്ണുണ്ട് എന്നർത്ഥം. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ 70,000 അതിന്റെ അപ്പുറമോ ആയാലും അതിന്റെ ഇരട്ടി കണക്കാക്കപ്പെട്ടതായിരിക്കും. ഈ കണക്കാക്കപ്പെട്ട ഇരട്ടികളുടെ പരിധിയിൽ വരാത്തതാണ് നോമ്പിൻ്റെത് എന്ന് വെച്ചാൽ ابن ماجه والحاكم عن ابن عمر رضي الله تعالى عنهما أنه صلى الله عليه وسلم قال إن للصائم തീർച്ചയായും നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിക്കുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട് എന്തുണ്ട് ദഅവത്തൻ ലാ തുറദ്ദു, ഒരിക്കലും തള്ളപ്പെടാത്ത മഹത്തായ ഒരു ദുആയുടെ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതിന് പുറമെ ഒരു പ്രത്യേക ഓഫറാണ് ഈ ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ദുന്യവിയോ ഉഖ്റവിയോ ആയ ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് തന്നെയാണെങ്കിലും ദുആ ചെയ്താൽ അല്ലാഹു തആല കബൂലാക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ദുആഇന്റെ ചാൻസ് കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഏതൊരു സ്വാലിഹായ അമലും ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ അവിടെ ദുആ ചെയ്യേണ്ടതാണ്. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാവുന്നു. അത് നിസ്കരിച്ചതിന് ശേഷമാണെങ്കിലും, നോമ്പ് തുറന്നതിന് ശേഷമാണെങ്കിലും, സക്കാത്ത് കൊടുത്ത സമയത്താണെങ്കിലും, ഹജ്ജ് കഴിഞ്ഞ സമയത്താണെങ്കിൽ, ഏത് സ്വാലിഹായ അമലും ചെയ്തു തീർക്കുമ്പോൾ അവിടെ ഒരു ദുആഇന്റെ ചാൻസ് ഉണ്ട്. അക്കൂട്ടത്തിൽ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അതിമഹത്തായ, ഒരിക്കലും തള്ളപ്പെടാത്ത, ദഅവത്തല്ലാ തുറദ്ദൂന, ഒരിക്കലും റദ്ദു ചെയ്യപ്പെടാത്ത. അപ്പൊ നിസ്കാരാക്കണ്ട, എത്ര കാലായി നമ്മൾ നോമ്പ് വെച്ച് പല കാര്യങ്ങളും ദുആ ചെയ്യുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. നിരാശപ്പെടേണ്ട, അല്ലാഹു ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ അല്ലാഹു തആല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഖദ് ജഅല അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ, ഓരോന്നിനും നിശ്ചിത സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോഴേ ലഭിക്കൂ. പക്ഷേ ചോദ്യത്തിന് ഉത്തരം ഓക്കെയാണ്. ഇവിടെ നമ്മൾ, ഞാൻ വിഷയത്തിൽ എഴുതിയിരിക്കല്ല, എന്നാലും ചിലപ്പോൾ ഉണർത്തുന്നത് ഫലപ്രദമായിരിക്കും ശ്രദ്ധിക്കുന്നവർക്ക്. ഒരു കാര്യമുണ്ട്, ഔലിയാക്കന്മാരുടെ ദുആയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലഇൻ സഅലനി ലഉതിയന്നഹു വലഇൻ ഇസ്തഅദനി ലഉഈദന്നഹു. ഔലിയാക്കന്മാര് എന്നോട് ദുആ ചെയ്താൽ ലഉതിയന്നഹു, തീർച്ചയായും ഞാൻ അത് അവന് കൊടുക്കുക തന്നെ ചെയ്യും. കാവൽ തേടിയാൽ ലഉഈദന്നഹു, ഞാൻ അവനെ കാക്കുക തന്നെ ചെയ്യും. ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? മുസ്തജാബത്തായ ദുആ. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അത് രണ്ടും രണ്ടാണ്. അതായത് ചോദിച്ചത് തരിക എന്നതാണ് ഔലിയാക്കന്മാരുടെ ദുആയുടെ പ്രത്യേകത. മുഅ്മിനീങ്ങളായ സാധാരണക്കാരുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കും എന്ന് മനസ്സിലായില്ലേ? അഥവാ ഫയലിൽ സ്വീകരിക്കും. നടപടിക്രമങ്ങൾക്ക് ചിലപ്പോൾ ചില സമയ താമസങ്ങൾ ഉണ്ടാവാം. അതേസമയത്ത് ഔലിയാക്കന്മാരുടെ ദുആ സ്പെഷ്യൽ ഓർഡറായിട്ട് അപ്പോൾ തന്നെ അതിന് നടപടി ഉണ്ടാകും. വ്യത്യാസം. രണ്ടും അല്ലാഹു സ്വീകരിക്കും.
മുഅ്മിനീങ്ങളുടെ ഫയലിൽ സ്വീകരിച്ചാൽ അതിന്റെ സാധാരണ നടപടിക്രമം അനുസരിച്ച് അതിനുള്ള സമയങ്ങളും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് കിട്ടും, തള്ളപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതേ സമയത്ത് ഔലിയാക്കന്മാരുടെ ദുആ അവിടെ പറഞ്ഞാൽ ഞാൻ നൽകും എന്നാണ് സ്പെഷ്യൽ ഓർഡറാ. സ്പെഷ്യൽ ഓർഡർ മറ്റുള്ള നടപടിക്രമങ്ങൾക്കൊന്നും മാറ്റിവെക്കാതെ സ്പെഷ്യൽ ഓർഡർ ആയിട്ട് തന്നെ അപ്പോൾ നേരെ തന്നെ കൊടുക്കും. അപ്പോൾ നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരണ്ട് എന്ന് പറഞ്ഞത് ഇജാബത്താണ്. അപ്പോ തള്ളപ്പെടാതെ ഫയലിൽ സ്വീകരിക്കപ്പെടും. എന്നിട്ട് ചിലപ്പോൾ ദുന്യാവിൽ ചോദിച്ചത് കൊടുക്കും, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ ഹൈറാത് കൊടുക്കുകയോ ചോദിച്ചതിനേക്കാൾ ഇവന് വരുന്ന ഒരു വിപത്തിൽ നിന്നിട്ടും അള്ളാഹു തആല സലാമത്താക്കുകയോ, ഇത് രണ്ടുമില്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രതിഫലം കൊടുക്കാൻ മാറ്റിവെക്കുകയോ ചെയ്യും. അങ്ങനെയാണ് ഇജാബത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ദുആ വളരെ ആവശ്യമാണ്. കാരണം അന്ന് ദുആക്ക് ഉത്തരമുണ്ടെന്ന് എല്ലാം കൂടി ദുആ ചെയ്യാൻ പറ്റൂലെങ്കിൽ ചുരുങ്ങിയത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് ദുആക്ക് എന്നാ എല്ലാം പെട്ട്. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അങ്ങനെ ആവാം. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ കുല്ലി ഖൈരിൻ സഅലക മിൻഹു അബ്ദുക വനബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇബാദുക സ്വാലിഹൂൻ വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ സഅലക മിൻഹു അബ്ദുക വനബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇബാദുക സ്വാലിഹൂൻ എന്നിങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ഖൈറുകളെയും ഉൾപ്പെടുത്തുന്നതും എല്ലാ ശർറുകളെ തൊട്ട് കാവൽ തേടുന്നതുമായ ഇത്തരം ദുആകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഏതായാലും ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് ചെയ്യും. ആട്ടെ. വഅബൂ ദാവൂദ വത്തയാലസി വൽബൈഹഖി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും റിവായത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലിസ്വായിമി നോമ്പെടുത്തൊരു മനുഷ്യനുണ്ട് ഇൻദ ഇഫ്താരിഹി നോമ്പ് തുറയുടെ സമയത്ത് ദഅവത്തൻ മുസ്തജാബ. നേരത്തെ പറഞ്ഞത് ഇന്ന ലിസ്വായിമി ഇൻദ ഫിത്രിഹി ദഅവത്തൻ ലാ തുറദ്ദു എന്ന ഇബ്നു മാജഹ് മാക്കിമിന്റെ റിവായത്ത. ഇത് അബൂ ദാവൂദിന്റെ ബൈഹഖി റിവായത്തിൽ ലിസ്വായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തൻ മുസ്തജാബ എന്ന് ആശയം രണ്ടും തന്നെ. ഇനി വദ്ദൈലമിയു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്ന് തന്നെ ഇമാം ദൈലമി റിവായത്ത് ചെയ്യുന്നു, സുംതു സ്വായിമി നോമ്പുകാരൻ ദുനിയായ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നിശബ്ദത പാലിക്കുന്നത് തസ്ബീഹൻ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നത് പോലെ പുണ്യകരമായ ഒരു ഇബാദത്താണ്. വനൗമുഹു നോമ്പുകാരൻ ക്ഷീണിതനായതിന്റെ പേരിൽ ഉറങ്ങുന്നെങ്കിൽ അതും ഇബാദത്ത് തന്നെ. വദുആഉഹു നോമ്പുകാരൻ ചെയ്യുന്ന ദുആ മുസ്തജാബുൻ അതിന് ഇജാബത്ത് ലഭിക്കും, ഉത്തരം കിട്ടും. ഇവിടെ ഈ ഹദീസും മറ്റേ ഹദീസും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ നോമ്പ് തുറയുടെ സമയത്ത് പ്രത്യേക ദുആ ഉണ്ട് എന്നാണ് മറ്റേ രണ്ട് ഹദീസുകളെയും പറയുന്നത്. മൂന്നാമത്തെ ഇമാം ദൈലമി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയുന്ന അങ്ങനെയല്ല, എപ്പോ ദുആ എന്നാൽ ഉത്തരം തരുന്ന അവിടെ വ്യത്യാസം. ആദ്യം പറഞ്ഞ നോമ്പ് തുറയുടെ സമയത്തുള്ള ദുആ ആണ്. ഇപ്പറയുന്നത് നോമ്പുള്ള സമയത്ത് എപ്പോഴായാലും ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല അമലുഹു മുദാഅഫൻ അവൻ ചെയ്യുന്ന എല്ലാ സ്വാലിഹ അമലുകളും മറ്റുള്ള സന്ദർഭത്തെക്കാൾ ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഇബ്നു മാജഹ് ജാബിർ റളിയല്ലാഹു തആല അൻഹു വഅഹ്മദ് വതബറാനി വൽബൈഹഖി അൻ ഇബ്നി അബി ഉമാമ റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ലില്ലാഹി തആല عند كل فطر وارتقاء من النار وذلك في كل ليلة. ഇന്ന ലില്ലാഹി തആല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് عند كل فطر എല്ലാ നോമ്പ് തുറയുടെ സമയത്തും, അത് റമദാനിലെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല. നോമ്പ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പെടുത്ത സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ തഖാഉ
മിനന്നാർ. റമദാനിൽ ഇനി വേറെ പറയും, റമദാന്റെ രാത്രികളിൽപ്പെട്ട ഓരോ രാത്രിയിലും കുറെ എത്തുക്കാറുണ്ട്. ഇതല്ല, എന്താ കുല്ലു ഫിത്റിൻ, ഫർദോ സുന്നത്തോ ആയ ഏത് നോമ്പും, നോമ്പ് തുറക്കുന്ന സമയത്ത് ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്നിട്ട് ധാരാളം ആളുകൾ ചെല്ലപ്പെടുന്നതായിട്ടുണ്ട്. വദാലിക, ഇങ്ങനെ നോമ്പ് തുറയുടെ സമയത്ത് നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞത് ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയും, നോമ്പ് നോൽക്കുന്ന എല്ലാ രാത്രിയും പെട്ട് നോമ്പ് തുറക്കുമ്പോൾ എത്തുക ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മളെ ദോഷത്തിൽ നിന്നും നരകത്തിൽ നിന്നിട്ടും എത്തുക ചെല്ലുമാറാകട്ടെ. وأخرج البيهقي إمام بيهقي رواية في الشعبي شعب الإيمان لنبي هريرة رضي الله تعالى عنه كل حسنة يعملها ابن آدم بعشر حسنات إلى 700 ضعف يقول الله تعالى إلا الصوم لي وأنا أجزي به. നേരത്തെ പറഞ്ഞ ഏകദേശം തന്നെ. കുല്ലു ഹസനത്തി യഅമലു ഇബ്നു ആദം, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും ബിഅശ്രി ഹസനാത്തിൻ, 10 ഹസനത്തിന്റെ കൂലിക്ക് തുല്യമായിരിക്കും. ഇലാ 700 ഇരട്ടി വരെ പോവും ചിലപ്പോ. എന്നാൽ അല്ലാഹു തആല ഖുദ്സിയ ഹദീസിൽ പറയാണ്, ഇങ്ങനെ ഈ 10 മുതൽക്ക് 700 വരെയൊക്കെ പോകും എന്ന് പറഞ്ഞത് ഇല്ല സോമ, നോമ്പ് വെച്ചിട്ടുള്ള മറ്റ് അമലുകളെ പറ്റിയാണ്. കാരണം എന്താ, ആ നോമ്പ് ലീ, എനിക്ക് പ്രത്യേകമുള്ള ഒരു ഇബാദത്താണ്. വാനാജിബി, അത് ഞാൻ പ്രത്യേകമായി തന്നെ എണ്ണം പറയാതെ പ്രതിഫലം നൽകും. വലിസ്വായിമി ഫറഹത്താനി, നോമ്പുകാർക്ക് 2 സന്തോഷവേളകളുണ്ട്. ഒന്ന് ഫറഹത്തുൻ ഹീന യഫ്തുറു, നോമ്പ് തുറയുടെ സമയത്തൊരു സന്തോഷം. ഫറഹത്തുൻ ഹീന യൽഖാ റബ്ബഹു, റബ്ബിനെ മുലാഖാത്ത് ചെയ്യുന്ന സമയത്തുള്ള ഒരു സന്തോഷം. ഫലൂഫു ഫമിസ്വായിമി, നോമ്പ് നോറ്റവന്റെ വായിൽ നിന്ന് പകർച്ചയായി വരുന്ന വാസന. ഹീനഹ്റുഫു മിനത്വാമി, ഭക്ഷണമില്ലാതെ വായ പകർച്ച വരുന്ന സമയത്തുള്ള ആ വാസന. അതീബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നേരത്തെ പറഞ്ഞു തന്നെ. ഖദൽ ബൈഖി അൻ റജുലിൻ മിന സ്വഹാബ, പേര് പറഞ്ഞത് ഒരു സ്വഹാബിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ പേര് കിട്ടിയാലും ഇല്ലെങ്കിലും സ്വീകാര്യമാണ്. കാരണം എന്താ, സ്വഹാബാക്കളെല്ലാം സർവ്വ സ്വീകാര്യരായ ആളുകളാണെന്നാണ് മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങളുടെ ഇജ്മാ. അല്ലാഹു തമ്പുരാൻ പറയുന്ന ഖുദ്സിയ ഹദീസുണ്ട്, അൽ ഹസനതു ബിഅശ്രീൻ വഅസിയദ, 10 ഇരട്ടിയും അതിൽ കൂടുതലും കിട്ടും. അസ്സയ്യിഅത്തു, അതേ സമയത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു തെറ്റ്, വാഹിദത്തുൻ, അത് 1 എന്ന നിലയ്ക്ക് എന്നെ ശിക്ഷണ്ടാവുള്ളൂ. എന്നാൽ ചിലപ്പോൾ ആ 1 എന്നെ ഞാൻ ദോഷം പുറത്തുകൊണ്ട് ചിലപ്പോൾ വായിച്ചു കളയുകയും ചെയ്തെന്നിരിക്കും. എന്നാൽ വസ്സൗമുലി, നോമ്പ് എനിക്ക് പ്രത്യേകമായുള്ള ഇബാദത്താണോ, അനാജിബി, അതിന് പ്രത്യേകമായ നിലക്കുള്ള ഒരു പ്രതിഫലവും ഞാൻ നൽകും. അസ്സൗമു ജുന്നത്തും മിൻ അദാബില്ലാഹി, നോമ്പ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് കാക്കുന്ന ഒരു പരിച പോലെയാണ്. കമിജിൻ ഇസ്ലാഹി മിന സൈഫ്, ഈ പരിച കൊണ്ടിട്ട് വാളിന്റെ ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്നത് പോലെ നരകത്തിന്റെ ശിക്ഷയെ തടയാൻ ഒരു പരിച പോലെ ഉപയോഗിക്കാവുന്ന ഇബാദത്താവുന്ന നോമ്പ്. എനിക്ക് വിശദീകരണം തന്നെ വരും. വത്തമറാനിയ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇന്നല്ലാഹ ജഅല ഹസനാതി ഇബ്നി ആദമ ബിഅശ്രി അംസാലിഹാ, മനുഷ്യൻ ചെയ്യുന്ന സൽക്രമങ്ങളെ അല്ലാഹു തആല 10 ഇരട്ടി വരെ ചുരുങ്ങി തീർക്കും. ഇലാ 700 ഇരട്ടി വരെയും. അല്ലാഹു തആല ലസ്സൗമു വസ്സൗമു ലീ വനജ്സി ബിഹി യദഉ തആമഹു വശറാബഹു വശഹവതുഹു മിൻ അജ്ലി, അവന്റെ അന്നപാനാദികളും വികാരങ്ങളും എനിക്ക് വേണ്ടി അവൻ വെടിയുന്നു. വല്ലദീ നഫ്സി ബിയദിഹി ലഖലൂഫു ഫമിസ്വാഇ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി അത്യബു മിൻ റീഹിൽ മിസ്കി. ശരി, ഇനി ഹദീസുകളെ പറ്റിയിട്ട് ഇമാം അവറുകളുടെ ഒരു വിവരണം. നോമ്പിന്റെ പ്രതിഫലത്തെ മാത്രം അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറയുന്നു. വാനാജിബി, അതിന് ഞാൻ പ്രതിഫലം കൊടുക്കുവാണ്ട് ബാക്കിയുള്ളത് നോക്കാം, അള്ളാഹ് എന്നല്ലേ പ്രതിഫലം കൊടുക്കുന്നത്? അതെയല്ലോ, പിന്നെന്താ നോമ്പിന്റെ പ്രതിഫലം മാത്രം അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറയുന്നത്? അതിന്റെ കാരണം ലം യതഖറബ് ഇലാ ഗൈരില്ലാഹി ബിസ്സൗമി ലിദാതിഹി, അല്ലാഹു അല്ലാത്ത ഒരുപാട് ആരാധ്യ വസ്തുക്കളെ ഇവിടെ മുശ്രിക്കീങ്ങളായ ആളുകൾ ആരാധനകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കൾക്കൊന്നും തന്നെ ഒരിക്കലും
യഥാർത്ഥത്തിൽ നോമ്പ് എന്ന ഒരു ഇബാദത്ത് ഈ ആരാധ്യ വസ്തുക്കൾക്ക് പൂജയായി അർപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ആരാധ്യ വസ്തുക്കളുടെ ദൈവമെന്ന് അവർ വിശ്വസിക്കുന്ന വലിയ ദൈവമാവുന്ന അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില നോമ്പ് കർമ്മങ്ങളൊക്കെ മുശ്രിക്കീങ്ങൾക്കുമുണ്ട്. അത് പക്ഷേ അവർ തന്നെ വിശ്വസിക്കുന്നത് ഇലാഹായ അള്ളാഹുവിനുള്ളതാണ് എന്ന്. അല്ലാതെ ഇവർ പൂജിക്കുന്ന ദൈവങ്ങൾക്ക് നോമ്പ് എന്ന ഒരു പ്രത്യേക ഇബാദത്ത് നടന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇഷ്കാല് അതിന് പറയുന്നത് ഫലായത് സൗമു അസ്ഹാബിൽ അയാക്കിലി വൽ ഇസ്തിഖ്ദാമാത്തിൽ നുജൂമി, അതായത് നക്ഷത്ര പൂജകരും അതുപോലെയുള്ള ചില മുശ്രിക്കീങ്ങൾ ഇവയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില വൃദ്ധങ്ങൾ എടുക്കുന്നുണ്ട്. അത് സംശയിച്ചു വരേണ്ടതില്ല. അതിന്റെ കാരണം എന്താ? ഈ നക്ഷത്രങ്ങള് അതല്ലെങ്കിൽ ആകാശലോകത്തുള്ള ഗ്രഹങ്ങൾ അവയൊന്നും സ്വയം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസൗമുഹും ഫിൽ ഹഖീഖത്തി റബ്ബിഹാ, പറയപ്പെട്ട നക്ഷത്രങ്ങള് അവർ പൂജിക്കുന്ന ആ വസ്തുക്കളുടെ കൂടി ഉടമക്കാരനായ അള്ളാഹുവിനാണ് എന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. നോമ്പിന് മറ്റുള്ള ആരാധനകളൊക്കെ ഈ ബിംബങ്ങൾക്ക് അർപ്പിക്കുമ്പോൾ അവയുടെ കൂടി ഉടമക്കാരനായ മേലായ റബ്ബിനാണ് നോമ്പ് എന്ന പൂജ അവർ നടത്തുന്നത്. അപ്പൊ അള്ളാഹ്ക്കല്ലാതെ നോമ്പ് നേരിട്ട് മറ്റു വസ്തുക്കൾക്കൊന്നും നടത്തിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ആ അർത്ഥമാണ്. അതല്ലെങ്കിൽ സൗമി നോമ്പ് നോൽക്കുന്നതിനുണ്ട് ഇശാറത്തൻ ഇലാ സിദ്രി സമദിയതിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരാശ്രയത്വത്തിന്റെ രഹസ്യത്തിലേക്കുള്ള ഒരു സൂചനയുണ്ട്. ദൂരസായിരിൽ ഇബാദത്ത്, മറ്റേ ഇബാദത്തുകളിലൊന്നും ഈ സമദാനിയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹു തആലയുടെ സമദാനിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തമ്പുരാൻ എല്ലാ വസ്തുക്കളെ തൊട്ടും എല്ലാ നിലക്കും നിരാശ്രയനാണ്. എന്നാൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൽ ആശ്രയിക്കുന്നവരുമാണ്. ഈ പറയുന്ന സമദാനീയത്തിന്റെ മഹനയിലേക്ക് ചെറിയൊരു സൂചന നോമ്പിലുണ്ട്. മറ്റ് ഇബാദത്തുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത അതാണ് സമദാനീയത്തിന്റെ ഗുണം. അതിന്റെ പുറമെ ഭക്ഷണം, പാനീയങ്ങള്, മറ്റ് വികാരങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെ തൊട്ടുമുള്ള ഐശ്വര്യം എന്നാൽ അവയിലേക്കൊന്നും ആവശ്യമില്ലാതിരിക്കുക എന്നത് മിൻ സിഫാത്തിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ മാത്രമല്ല, ഒരു വികാരത്തിലേക്കും ആവശ്യമില്ലാത്ത നിരാശ്രയനാണ്. എന്നാൽ വസ്സൗമു ഫീഹി നൗഉൻ യുവാഫിഖുഹ, ഈ നിരാശ്രയത്വത്തിനോട് അനുയോജ്യമായ ഒരു തരം ചെറിയ എന്ന് പറഞ്ഞാൽ ശൗവത്ത്, അതുപോലെ തന്നെ അന്നപാനാദികൾ തുടങ്ങിയതിനെ തൊട്ട് മാറി നിന്നുകൊണ്ട് ഈ നിരാശ്രയത്വത്തോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിലുണ്ട്. ആ നിലക്കായിരിക്കാം. ഫലിദാലിക അല്ലാഹു തആല ഇലൈഹി, അതുകൊണ്ടായിരിക്കാം നോമ്പ് അല്ലാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞത്. അതായത് സൗമുലി എന്ന് പ്രത്യേകം പറയാൻ അതായിരിക്കാം കാരണം. ഇതുകൊണ്ടായിരിക്കാം ഖാൽ ഖുർത്തുബിയു, ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറഞ്ഞത് മാനാഹു സൗമുലി വഅന ജസീബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുൽ ഇബാദി, മനുഷ്യർ അനുഷ്ഠിക്കുന്ന മറ്റേ ഇബാദത്തുകളെല്ലാം മുനാസിബത്തുൻ ലി അഹ്വാലിഹിം, ആ സൃഷ്ടികളുടെ അവസ്ഥയുമായി യോജിച്ചതാണ്, അതിന് പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇല്ല നോമ്പ് ഒഴിച്ച് മറ്റൊക്കെ ഫഇന്നഹു മുനാസിബുൻ ലി സിഫത്തിൻ മിൻ സിഫാത്തിൽ ഹഖ്, അല്ലാഹു തആലയുടെ മഹത്തായ സിഫത്തുകളിൽപ്പെട്ട സിഫത്തിനോടാണ് അതിന് യോജിപ്പ്. എന്ന് പറഞ്ഞാൽ സമദാനീയത്തിനോടോ അതല്ലെങ്കിൽ ഇസ്തിഗ്നാൽ ഖിയാമു മിൻ നഫ്സി എന്ന് പറയുന്ന ഇസ്തിഗ്നാലിനോടോ ആണ് അതിനോട് സാമ്യം വരുന്നത്. ഫകഅന്നഹു തആല യഖൂൽ, അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെ പറയുന്ന ആശയാണ്, ഇന്ന സ്വായിമ യതഖറബു ഇലയ്യ, നോമ്പുകാരൻ എന്നിലേക്ക് സാമീപ്യം തേടുന്നു ബി അംജിൻ, ഒരു പ്രത്യേക കാര്യം കൊണ്ടിട്ട്. എങ്ങനത്തെ കാര്യമാണ്? ഹുവ മിൻ സിഫാത്തി, അത് എന്റെ പ്രത്യേക സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ്. അങ്ങനെയുള്ള സിഫത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് എന്നിലേക്ക് സാമീപ്യം നേടുന്നത്
ഇങ്ങനെയാണ് ഈ ഇളാഫത്തിന്റെ അർത്ഥം. എനിക്കുള്ളതാണ് നോമ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇനി മറ്റൊരർത്ഥം, ഔ അന്നൽ ഇഖ്ലാസ ഫീഹി, നോമ്പിൽ ഇഖ്ലാസ് നിഷ്കളങ്കത അത്തമ്മോ മറ്റെല്ലാ ഇബാദത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പരിപൂർണമായി ഉണ്ട് എന്ന് മാത്രമല്ല, വ അസ്ഹലു, മറ്റെല്ലാ ഇബാദത്തിലും ഇഖ്ലാസ് വളരെ പ്രയാസകരമാണെങ്കിൽ നോമ്പിൽ അത് വളരെ എളുപ്പ. കാരണം എന്താ, ബാഹ്യമായി കാണാനൊന്നുമില്ലല്ലോ ഇത്. അങ്ങനെ അതല്ലെങ്കിൽ ഈ വാഫത്തിന്റെ കാരണി കൗനിക സിഫത്തിൻ മിൻ സിഫാത്തിൽ മലായിക, കണ്ടോ, അല്ലാഹുവിന്റെ മലക്കുകളുടെ സിഫത്തുകളിൽപ്പെട്ട സിഫത്ത് പോലെ അതും തന്നെ അന്നപാനാദികൾ വികാരങ്ങളൊന്നും ഇല്ലാത്തവരാണ് അവര്. മനുഷ്യനതുണ്ട്, അത് ഉണ്ടായിട്ട് പോലും അതിനെ വെടിഞ്ഞുകൊണ്ട് മലക്കുകളുടെ സിഫത്തിനോട് താതാത്മ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ നോമ്പിലുണ്ട്. ഇങ്ങനെയും ആവാം. അതിലേക്ക് മറ്റൊരർത്ഥവും ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലിന്റെ കണക്ക് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മറ്റെല്ലാ സൽക്രമങ്ങളെയും ഇരട്ടിപ്പിക്കുന്നത് അള്ളാഹ്ക്കല്ലാതെ അറിയാത്ത അത്ര കദർ അതിനുണ്ട് എന്ന്. മറ്റെല്ലാ ഇബാദത്തും അങ്ങനെയല്ല. എന്താ ആ ഇബാദത്തുകളൊക്കെ മറ്റേത് അമലുകളുടെയും പ്രതിഫലത്തിന്റെ കണക്ക് ഇത്രയെന്ന് അറിയാൻ അള്ളാഹുവിന്റെ അടിയാറുകളിൽപ്പെട്ട ചിലർക്കെങ്കിലും കഴിയും. അതുകൊണ്ടാണ് ഒരു കാലവാനജീബിഹി, അതിന് ഞാൻ മറ്റാരും അറിയാത്ത നിലക്ക് പ്രത്യേക പ്രതിഫലം കൊടുക്കും എന്ന് പറയാൻ കാരണം. ആട്ടെ, അന്നൽ കരീമ, അറിയപ്പെട്ട കാര്യമാണ് ഒരു ഔദാര്യവാനായ വ്യക്തി. ഇത് അഖ്ബറ ബിനഫ്സിഹി, അവൻ പറഞ്ഞാൽ അന്നഹു യതവല്ലൽ ജസാ, പ്രതിഫലത്തെ അവൻ ഏറ്റെടുത്തിരിക്കുന്നു, അവൻ അത് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇഖ്തവാദാലിക, ആ പറച്ചില് തേടുന്നുണ്ട് സാറ്റല്ലാത്തോ, ആ ദാനത്തിന്റെ വിശാലതയെ അതറിയിക്കുന്നുണ്ട്. കണക്കുകൂട്ടലുകാരുടെ കണക്കിൽ നിന്നും തിട്ടപ്പെടുത്തുന്നതിൽ നിന്നും ഒക്കെ പുറപ്പെട്ടു പോയി വിശാലമായ അറ്റമില്ലാത്തതായ പ്രതിഫലം അവൻ തരും എന്ന അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യവാനായ റബ്ബിന്റെ ഈ വിവരണം കൊണ്ട് കിട്ടും. ഇങ്ങനെയുള്ള പ്രത്യേകമായ നിലക്ക് അള്ളാഹു തമ്പുരാനാവുന്ന ഔദാര്യവാനല്ലാതെ കണക്കാക്കാൻ പറ്റാത്ത അത്രയും കൂടുതൽ കിട്ടാണ്ടായ കാരണം എന്താ? അന്നഹു, ഈ മനുഷ്യൻ തറക്കത്തോമഹു ശറാബഹു ഷഹ്വത്തഹു, അവന്റെ അന്നപാനാദികളെയും അവന്റെ വികാര വിചാരങ്ങളെയും അവൻ ഉപേക്ഷിച്ചത് മിൻ അജ്ലി മഅബൂദിഹി, തന്റെ മഅബൂദാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന് വേണ്ടിയിട്ടാണ്. ആദ്യം ഭക്ഷണം, വെള്ളം എന്നൊക്കെ പറഞ്ഞത് വികാരം തന്നെയാണ്. ആ ചില പ്രത്യേക വികാരങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ശഹ്വത്തുഹു എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ എന്നർത്ഥം. അത് ഭക്ഷണത്തിലേക്കുള്ള താല്പര്യവും പെട്ട്, വെള്ളത്തിലേക്കുള്ള താല്പര്യവും പെട്ട്, ലൈംഗികമായ താല്പര്യവും പെട്ട് ആമാണ്. അല്ല കീലുണ്ട് അൽ മുറാദുബിയായി ശഹ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അൽ ജിമാഉ, സംയോഗം എന്നാണ്. അപ്പൊ പിന്നെ മൂന്നും ഒരുപോലെ തന്നെ, ഭക്ഷണം ഒന്ന്, വെള്ളം ഒന്ന്, സംയോഗം ഒന്ന്. ഇങ്ങനെ ആദ്യം പറഞ്ഞതനുസരിച്ച് ഭക്ഷണം വെള്ളം പ്രത്യേകം പറഞ്ഞെങ്കിലും ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ, എല്ലാ വികാരങ്ങളും ഉൾപ്പെടുന്ന അഹമാണ്. എന്താ കാരണം? ഇബ്നു ഹുസൈമ ജിമാ എന്നുള്ള അർത്ഥമാണ് ശഹ്വത്ത് എന്ന് പറയാൻ കാരണം ഇമാം ഇബ്നു ഹുസൈമ റിവായത്ത് എന്ന ഹദീസിലുണ്ട്, യദഉ ലദ്ദതഹു, അവന്റെ സുഖങ്ങളെല്ലാം അവൻ വെടിയുന്നു, മിൻ അജ്ലി, എന്റെ പൊരുത്തം വെച്ചുകൊണ്ട്, യദഉ സൗജതഹു മിൻ അജ്ലി, അവന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞോർത്ത് ആദ്യം പറഞ്ഞല്ലോ ഈ വികാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലദ്ദത്ത് എന്ന് പറഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് സൗജത്ത് പ്രത്യേകവും പറഞ്ഞു. ഈ ഉദ്ദേശിച്ച ഇതേ അർത്ഥമായിരിക്കാം ശഹ്വത്തിന് എന്ന്. അപ്പൊ ചോദിച്ചാല് ഇങ്ങനെ പോയാലിപ്പോ നോമ്പാണ് ഏറ്റവും മുന്തിയ അമലെന്ന് വരൂലേ? അങ്ങനെ വരൂല. ഈ പറഞ്ഞ പ്രതിഫലം ലായക്തതി തേടുകയില്ല. അഫ്ളലിയത്തു വലസ്വലാ, നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് നോമ്പ് എന്ന് വരില്ല.
എന്താ കാരണം? ഇത് ഖദ് യൂജദു ഫിൽ മഫ്ളൂലി, ശ്രേഷ്ഠത കുറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാം മസിയത്തും ചില പ്രത്യേകതകൾ. എന്നൽ മസായ ഒന്നിലധികം പ്രത്യേകതകൾ തന്നെ ഉണ്ടാവാം. ലാ തുജദു ഫിൽ ഫാദിലി, കൂടുതൽ ശ്രേഷ്ഠതയുള്ളതിൽ ഇല്ലാത്ത ഒന്നിൽ കൂടുതലോ മഹത്വങ്ങൾ താരതമ്യേനെ ശ്രേഷ്ഠത കുറഞ്ഞതിലുണ്ടാവാം. എന്ന് പറഞ്ഞാൽ നിസ്കാരം എല്ലാ നിലക്കും ഒന്നാം സ്ഥാനത്തുള്ള ഇബാദത്താണ്. ആ നിലക്ക് നോമ്പ് ആ സ്ഥാനത്തില്ല, അതിനേക്കാൾ തൊട്ട് ബേക്കിലുള്ളത്. പക്ഷേ നിസ്കാരമാണ് ഏറ്റവും മുന്തിയതെങ്കിലും നോമ്പ് അതിനേക്കാൾ അല്പം പിന്നിലാണെങ്കിൽ പോലും ഏറ്റവും മുന്തിയ നിസ്കാരത്തിൽ ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാ പ്രത്യേകത കൊണ്ടും നോമ്പാണ് നിസ്കാരത്തെക്കാൾ മേലെ എന്ന് വരില്ല പറഞ്ഞതിന്റെ അർത്ഥം. ജമാഅത്തുൻ എന്നല്ല ഉലമാക്കളിൽപ്പെട്ട ചില ഇമാമികൾ പറയുന്ന ചെയ്തിട്ടുണ്ട് അസ്സൗമു അഫ്ളലുൽ ഇബാദ, മൊത്തം നിസ്കാരത്തെക്കാളും എല്ലാ ഇബാദത്തിലും ഏറ്റവും ശ്രേഷ്ഠത നോമ്പാണ് എന്ന് തന്നെ പറഞ്ഞ ചില ഇമാമിയങ്ങളുണ്ട്. എങ്ങനെയാണ് ഓല പറഞ്ഞത്? അർദം മിൻ ദിൽക്കിൽ വാഫ അസ്സൗമു ലീ വഅന അജ്സി ബിഹി എന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് പ്രത്യേകമുള്ളതും അതിന് ഞാൻ പ്രത്യേകം കൂലി കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റെല്ലാ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠത നോമ്പാണ് എന്ന് തന്നെ ചില അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ അയിമെന്ന് പറയാറ്? ഇത് ഹിയതദുല്ലു, അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നത് അറിയിക്കുന്നുണ്ട്. അലാ അന്ന സവാബഹു, ഈ ഇബാദത്താവുന്ന നോമ്പിന്റെ പ്രതിഫലമായിരിക്കും അളമു സവാബി വഅക്മലുഹു, ഏറ്റവും പരിപൂർണവും ഏറ്റവും മഹത്തരവുമായ പ്രതിഫലം എന്നറിയിക്കുന്നുണ്ടല്ലോ. എന്താ? ഇതിന്റെ വാഫത്തിൽ അളീമിൽ കരീമി, വലിയ ഔദാര്യവാനും മഹാനുമായിരിക്കുന്ന റബ്ബിലേക്ക് ചേർത്തി പറയുമ്പോൾ ലൈസത്ത് ഇല്ലാ കദാലിക, ഏറ്റവും മഹത്തരവും ഏറ്റവും ഉന്നതവും ആവാതിരിക്കാൻ തരമില്ല എന്നാണ് ആ മഹാന്മാർ അതിനെ ന്യായമായി പറഞ്ഞത്. അതിന്റെ മറുപടി അതിന്റെ നേരത്തെ പറഞ്ഞത്. അതായത് ചില പ്രത്യേകതകൾ ശ്രേഷ്ഠത കുറഞ്ഞ ഇബാദത്തുകളിൽ ഉണ്ട് എന്ന് വരാം, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രേഷ്ഠത ഉണ്ട് എന്നോ മറ്റേ ഭാഗത്തിനേക്കാൾ മേലെയാണെന്നോ ഒന്നുകൊള്ളണം എന്നില്ല. പറയണ്ടോ, ഒന്നും തീരൂല. ഇങ്ങനെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മടുപ്പ് വരും ചെയ്യും. അധികമായാലേ ഓരോരുത്തോട് എഴുതിയിട്ട് തീർക്കണം എന്ന് കരുതിയിരുന്നു ഈ ഭാഗം, ഒന്നാമത്തെ ഭാഗം. ആരും തുടങ്ങിയ നമ്മൾ 40 തുടങ്ങിയ അവിടെ എത്തിക്കോട്ടെ. 1 മണിക്കൂർ ഓതാ, 1 മണിക്കൂർ ചോദ്യത്തിൽ വെക്കാതല്ലേ 10 ചൂടി. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ 7 തരത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ള ഹുക്മ്, വിധി. അമലാനി മൂജിബാനി, 2 നിർബന്ധമാക്കുന്ന അമലുകൾ. അമലാനി ബി അംസാരിഹിമ, 2 അമലുകൾ തുല്യമായ പ്രതിഫലം ലഭിക്കുന്നത്, ചെയ്തതിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്നത്. വഅമലുൻ ബി അശ്രി അംസാരിഹി, ഒരു അമൽ 10 ഇരട്ടി കിട്ടുന്നത്. വഅമലുൻ ബി സബഇമത്തിൻ, മറ്റൊരു അമൽ 700 ഇരട്ടി കിട്ടുന്നത്. വഅമലുൻ ലാ യഅലമു സവാബഹു ഇല്ലല്ലാഹു തആല, അല്ലാഹു അല്ലാതെ അറിയാത്ത അത്രയും പ്രതിഫലം കിട്ടുന്നത്. ഇങ്ങനെ 7 തരത്തിലുള്ള അമലുകളാണ്. ഏതൊക്കെയാണത് അത് നോക്കുക. ഫഅമൽ മൂജിബാനി, 2 നിർബന്ധമാക്കുന്ന അമലുകൾ എന്ന് പറഞ്ഞത് ഏതാണ്? 1 ഫമൻ ലഖിയല്ലാഹ യഅബുദുഹു മുഖ്ലിസൻ ലാ യുശ്രികു ബിഹി ശൈഅ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി അവനെ ലിഖായിലെത്തി. എങ്ങനെയാണ് അവൻ മരണപ്പെട്ടു പോയത്? യഅബുദുഹു, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. മുഖ്ലിസൻ, നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു. ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ. അള്ളാഹുവിനെ ഒരിക്കലും ഒരു വസ്തുവിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നിലക്കൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധവും. അതാണ് സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു അമൽ. രണ്ടാമത്തത് വമൻ ലഖിയല്ലാഹ ഖദ് അശ്റക ബിഹി, അള്ളാഹുവിനോട് ശിർക്ക് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ വജബത്ത് ലഹുന്നാർ,
നരകം നിരൂപം. അതാ മോജിബത്താനി, ഒന്ന് നരകം നിർബന്ധമാക്കുന്നത്, മറ്റൊന്ന് സ്വർഗം നിർബന്ധമാക്കുന്നത്. ഇനി തുല്യമായി പ്രതിഫലം നൽകപ്പെടുന്നതോ ഒമൻ അമില സയ്യത്തൻ, ഒരു മനുഷ്യൻ അള്ളാഹ് വിരോധിച്ചൊരു തെറ്റായ കാര്യം ചെയ്താൽ ജൂസിയ മിസ്രി, അതിന് കണക്കായി തുല്യമായ ശിക്ഷയാണ് കൊടുക്കുക. മറ്റൊന്ന് ഒമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരു സൽക്രമം ചെയ്യാൻ വേണ്ടി ഒരാൾ കരുതി, പക്ഷേ ചില പ്രതിബന്ധം തടസ്സം കാരണം അത് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ യുജുസാബി മിസ്രിഹ, ആ ഹസനത്തിൽ കണക്കായ കൂലി. അപ്പോ ഒരു സയ്യത്ത്, ഒരു തെറ്റ് ചെയ്താൽ അതിന് കണക്കായ കുറ്റം, ഒരു ഹസനത്ത് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ എന്തോ തടസ്സം കാരണം അത് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഒരു ഹസനത്തിന്റെ കൂലി. ഇത് രണ്ടുമാണ് തുല്യമായ പ്രതിഫലം, ചെയ്തതിനനുസരിച്ചുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇനി 10 വമൻ അമില ഹസനത്തൻ, ഒരു സൽക്രമത്തെ ഒരുത്തൻ അമൽ ചെയ്ത് പ്രവർത്തിച്ചാൽ ജുസിയ അശ്ര, 10 ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. അതാ 10 കിട്ടുന്നത്. ومن أنفق ماله في سبيل الله مثل الذين ينفقون في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. 700 ഇരട്ടി എന്ന് പറയുന്ന അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവനാണ്. ഒരു ദിർഹം ചെലവഴിച്ചതിന് അള്ളാഹുത്തിൽ അവനെ ഇരട്ടിയാക്കി കൊടുക്കും. 700 ദിർഹമായിട്ട് ഇരട്ടിയാക്കി കൊടുക്കും. ഒരു ദീനാറിനെ ഇരട്ടിയാക്കി കൊടുക്കും. 700 ദീനാരിൻ, 700 ദീനാറായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. ഇതാണ് ഇപ്പൊ 700 വരെ പോകുന്നത് പറഞ്ഞത്. ഇനി കണക്ക് ചെയ്യാതെ കിട്ടുന്നതോ വസ്സിയാമു ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ചെയ്യുന്നതാണ് നോമ്പ്. ലാ യഅലമു സവാബ അമിലിഹി ഇല്ലല്ലാഹുൽ ഹകീം, ഹിക്മത്തുടയവനായിരിക്കുന്ന അല്ലാഹു തമ്പുരാനല്ലാതെ അതിന്റെ പ്രതിഫലം ഇത്രേ എന്നറിയില്ല. ഇങ്ങനെ 7 തരം അമലുകൾ. أخرج البيهقي في الشعبي، شعب الإيمان الإمام بيهقي وأتى أبي هريرة رضي الله تعالى عنه قال الصيام، നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് ലാ റിയാ ഫീഹി, അതിൽ റിയാന് സ്ഥാനമില്ല. അല്ലാഹു തആല പറയുന്നു ഹുവലി, അത് എനിക്ക് ഖാലിസായിട്ട് ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന അമലാണ്. അതുകൊണ്ട് തന്നെ വാന അജ്സി ബിഹി, അതിന് ഞാൻ പ്രത്യേകം പ്രതിഫലം കൊടുക്കും. യദഉ തഅമഹു വശറാബഹു മിൻ അജ്രി. ഇനിയിപ്പോൾ ഇഷ്കാനുണ്ട്, അത് പറയാം. ഒരു മുറാദുവിക്കോനി ലാരിയാ ഫീഹി, നോമ്പിൽ ജിയായില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്നദാത്തഹുല്ലത്തി ഹിയൽ ഇംസാകു ബിനിയ്യ, രാത്രി നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് തടഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഇംസാക്ക് ഈ അർത്ഥത്തിൽ അത് ലോകത്തൊരാൾക്കും അറിയാൻ കഴിയില്ല. ഇവൻ നെയ്യത്തുണ്ടോന്നും ഇവൻ ഇംസാക്ക് ചെയ്യുന്നുണ്ടോ എന്നതും ആർക്കും അറിയാൻ പറ്റൂല. എന്നാൽ ആരെങ്കിലും അറിയുന്നെങ്കിൽ ഇവൻ പറയണം ഞാൻ നോമ്പുകാരനാണെന്നുള്ള കാര്യം ഇവൻ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. എങ്ങനെ അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്നോ നബി അതുപോലെ പറയണം. വഹീനൈദിൻ, അങ്ങനെ പറയുമ്പോൾ വാക്കുകൊണ്ട് അറിയാവുന്നത്. എന്തുകൊണ്ടല്ല? ലാബിസ്യാമി, നോമ്പ് കൊണ്ടല്ല. നിസ്കാരം അങ്ങനെയല്ല. ഒരാള് ഒറ്റക്ക് ആരുമില്ലാതെ റൂമിൽ വാതിലടച്ചൊത്തിരിക്കുമ്പം അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കോഴി ഒത്തുന്നത് പോലെ കാട്ടിക്കൂട്ടി സലാം വിട്ടു. അതേ സമയത്ത് ആളുള്ളോർത്ത് നല്ല നീട്ടി കുറുക്കി നല്ല ജോറായിട്ട് നിസ്കരിക്കും. അപ്പൊ നിസ്കാരത്തിന്റെ റാത്തോണ്ട് തന്നെ ചെയ്യാറുണ്ട്, ആരോടും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സദക്ക ചെയ്യുന്നത് ആള് 10 ആൾ അറിയട്ടെ എന്നുള്ള നിലക്ക് തന്നെ സദക്ക തന്നെ ചെയ്യാം. എന്നാൽ നോമ്പ് അങ്ങനെയില്ല. ഈ നിയ്യത്ത് അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക്, ഇത് രണ്ടും ലോകത്തൊരാൾക്കും അറിയാൻ പറ്റൂല. ഇനി ഒരാൾ പറഞ്ഞാൽ ആ വാക്കുകൊണ്ടാണ് അറിയുന്നത്, നോമ്പ് കൊണ്ടല്ല. അപ്പൊ നോമ്പ് എന്ന് പറയുന്ന പ്രത്യേക വസ്തുവിൽ കിടക്കാൻ പറ്റൂല എന്ന്. അപ്പം തിരിഞ്ഞല്ലോ അന്നസിയാമലാരിയാഫി, സിയാമ് നോമ്പ് എന്ന് പറയുന്ന വസ്തുവിൽ ചെയ്യാൻ കിടക്കൂല. ഈ പറഞ്ഞ വിവരണം കൊണ്ട് മാമറ മുമ്പ് പറഞ്ഞത് പിന്തുണ ബലം കിട്ടും. എന്ത്? ദൂരവൈരി, എല്ലാ ഭാഗത്തും അള്ളാഹ്ക്കാണ്. പക്ഷെ അതിനൊന്നും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ നോമ്പ് മാത്രം അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ കാരണം മറ്റുള്ള ഇബാദത്തുകളൊക്കെ ആ ഇബാദത്ത് കൊണ്ട് തന്നെ റിയാവ് വരാം. നോമ്പ് കൊണ്ട് ഒരിക്കലും റിയാവ് വരില്ല. ഞാൻ അഥവാ വരികയാണെങ്കിൽ പറഞ്ഞ വാക്കുകൊണ്ടേ വരുള്ളൂ എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി പറഞ്ഞതാണ്. പക്ഷേ സുമ്മറായിത്തു, പിന്നീട്
ഞാനിതിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരിൽ തന്നെ കണ്ടിട്ടുണ്ട് ബാലുൽ മുഹഖഖീങ്ങളായ ചില ഇമാമിയങ്ങൾ സ്വറഹബിദ എനിക്ക് പറഞ്ഞ നിരക്ക് വ്യക്തമായി തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ വക പറഞ്ഞതല്ല എന്നാണ് മഹാരായ ഹജറുൽ തങ്ങൾ പറയുന്നത്. എന്നാഹു ഈ പറഞ്ഞ്, അതായത് നോമ്പ് എന്ന നിലക്കയിൽ റിയാവ് വരൂല, പറയുകയാണെങ്കിൽ വാക്കുകൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതിനോട് എതിരല്ല ഖബറുൽ ബൈഹഖി, ഇമാം ബൈഹഖി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താണത്? മൻ സ്വാമ യുറാഇ ഫഖദ് അശ്റക. മൻ സ്വാമ യുറാഇ, ജിയാദ് ചെയ്തുകൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ ഫഖദ് അശ്റക, അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ശിർക്ക് വെച്ചവനാണ് എന്ന് പറഞ്ഞാൽ ശിർക്കുൽ അസ്ഗർ. ജിയാദ് എന്ന് പറയുന്ന ശിർക്കുൽ അസ്ഗർ. ഈ ഹദീസ് എതിരല്ലാന്ന് പറയാൻ കാരണം അലിയന്നഹു ലാ യസ്തൽസിമു, ഈ പറഞ്ഞതുകൊണ്ട് അനിവാര്യമാക്കുന്നില്ല അൻയകൂന യുറാഇ ബിനഫ്സി സൗമിഹി, നോമ്പെന്ന് പറയുന്ന കാര്യം കൊണ്ട് റിയാ വെക്കുക എന്ന് വരുന്നില്ല. ബൽയസ്തുഖു, ഈ പറഞ്ഞത് ശരിയാവും യുറാഇ ബിൽ ഇഖ്ബാരി അൻ സൗമിഹി, നോമ്പിനെ പറ്റി വിളിച്ചു പറഞ്ഞുകൊണ്ട് റിയാ വെക്കുക. അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പോലെ എടുത്തു പറഞ്ഞുകൊണ്ടാക്കാം. അവിടെ നോട്ടല്ലേ, ഇപ്പൊ പറഞ്ഞേക്ക് മണിക്കൂറായി, ഇനിയുണ്ട്. ഒരു ഓത്തിന് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ ബാബ് അത് കഴിഞ്ഞാൽ പിന്നെ റമദാനെ പറ്റിയിട്ടുള്ള ഒരു ബാബും കൂടി ഉണ്ട്. ആ 2 ബാബ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫിഖ്ഹിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരും. അതിന് കുറച്ചേരം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനൊക്കെ നോക്കാം. തോനേരം ഓതുമ്പോഴേ കേട്ടിത്തെറിക്കുന്നവർക്കൊരു മടുപ്പും വരും. പിന്നെ പറ്റ കുറച്ചാൽ ഇത് എവിടെ എത്തൂല. റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള കിതാബ് തന്നെയാണ്, കഴിയുന്നിടത്തോളം അങ്ങോട്ട് ഓതി എത്തിക്കണം എന്ന് ഉദ്ദേശമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നല്ലവരോടൊന്നിച്ച് സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഇത് സബബായിട്ടും നമ്മളിൽ നിന്നിട്ടൊക്കെ കബൂലാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പിന്നെ കുറെ മുമ്പുള്ള സംശയമാണ് ഇപ്പത്. അതായത് പിന്നെ നോമ്പുകാരന്റെ വായിലുള്ള വാസന അത്വയബും ഇൻദല്ലാഹി റീഹുൽ മിസ്കീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെന്നുള്ളത് ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, അത് ചില ഉസ്താദന്മാർക്കും സംശയമുണ്ട്. അപ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അവർ ചോദിക്കൽ മാത്രമല്ല എനിക്ക് സംശയമുണ്ട്, അതാണ്. അപ്പൊ ഉസ്താദ് അവിടെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു ഉസ്താദെ. മൈക്ക് അതിന് 2 വായനയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത്. ഒന്ന്, നാളെ പരലോകത്ത് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് നോമ്പ് വർദ്ധിപ്പിച്ചവരുടെ വായിൽ നിന്നും മഹ്ശറയിൽ ആകെ അടിച്ചു വീശുന്ന നിലക്കുള്ള മഹത്തായ ഒരു പരിമളം ഉണ്ടാവുകയും അത് കണ്ട് മഹ്ശറയിലുള്ള ആളുകളൊക്കെ അവരെ ശ്രദ്ധിക്കുകയും എന്താണ് ഇത്ര വലിയൊരു സുഗന്ധം എന്ന് അവർ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയും, ദുനിയാവിൽ വെച്ച് ധാരാളമായി അള്ളാഹുവിന് നോമ്പ് നോറ്റ മഹാന്മാരാണ്. അവര് നോമ്പ് നോറ്റ് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ അവര് ദുർഗന്ധം വന്നിട്ടും അത് സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് നോമ്പെടുത്തവരായതുകൊണ്ട് അള്ളാഹു തമ്പുരാൻ അവർക്ക് ഇവിടെ വെച്ചിട്ട് കൊടുത്ത പ്രതിഫലമാണ്. അങ്ങനെ മറ്റുള്ള മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ കൊതിച്ചു പോവും. അങ്ങനെ നോമ്പ് നോറ്റ് ഈ മഹ്ശറയെ ആകെ പരിമളം നിറക്കുന്ന ഈ സുഗന്ധമുള്ള അവസ്ഥ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ കൊതിക്കുമാറുള്ള സുഗന്ധം നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരും. അതിപ്പോ നമ്മൾ തൊട്ടു മുമ്പ് ഓതിയ ഹദീസ് ഏകദേശം അത് സൂചിപ്പിക്കുന്നുമുണ്ട്. യൗമുൽ ഖിയാമ എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. ആ അർത്ഥത്തിൽ ഒരർത്ഥം അതാ. മറ്റൊന്ന്, ബാഹ്യമായി നമുക്ക് അസഹ്യമായി തോന്നുന്ന ദുർഗന്ധമാണ് നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്നതെങ്കിലും
അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അന്നപാനാദികളും തന്റെ സുഖഭോഗങ്ങളുമെല്ലാം വെടിഞ്ഞുകൊണ്ട് നോമ്പെടുത്തതിന്റെ പേരിൽ ബാഹ്യമായി സന്തോഷകരമല്ലാത്ത ദുർഗന്ധമാണ് വരുന്നതെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അതൊക്കെ സഹിച്ച് അത് നിലനിർത്തുന്ന മനുഷ്യൻ ലോകരുടെ തൃപ്തിയും അതൃപ്തിയും പരിഗണിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുന്നവനാണ് എന്ന സുഗന്ധം. അപ്പൊ അത് ബാഹ്യമല്ല, ആന്തരികമാണ്. പരലോകത്തെത്തുമ്പം ബാഹ്യമാണ്. ഈ രണ്ടർത്ഥത്തിനും ഈ എന്ന് ദുന്യാവിലുള്ള മിസ്ക് എത്ര വലിയ സുഗന്ധാണെങ്കിലും അത് കഴിഞ്ഞു പോവല്ലോ. എന്നാൽ നോമ്പിന്റെ ഈ ജിഹ് ഒരിക്കലും കഴിഞ്ഞു പോവില്ല. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ ജനകോടികളെ മുഴുവനും ആകർഷിക്കുമാറുള്ള സുഗന്ധമായി നാളെ പരലോകത്തിൽ കിട്ടുമാർ നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ട് മിസ്കിനേക്കാൾ ഹൈറാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടി, പിന്നെ അത് ഏൽപ്പിക്കപ്പെട്ട ചോദ്യമാണ്. ബാങ്ക് കൊടുക്കാൻ പോകുകയും ചെയ്യാണ്, പള്ളി പോവാണ്. ഈ നിസ്കാരത്തിൽ ഇമാമ് മറന്നു കഴിഞ്ഞാല് പിന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് തസ്ബീഹ് ചെല്ലണമെന്ന് പറഞ്ഞു. തസ്ബീഹ് കൂടാതെ മറ്റ് ദിക്റുകൾ ഏതെങ്കിലും ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇന്നലെ. അതിനും കൂടി ഉസ്താദ് മറുപടി പറഞ്ഞാല് അവർ കേൾക്കുന്നുമുണ്ട്. മൈക്ക് വിട്ടു. മറ്റ് ദിക്റുകൾ ചെല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിലും സുന്നത്ത് കിട്ടൂല. തസ്ബീഹ് ചെല്ലാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്. ആ നിരക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ തംബീഹാക്കിയ കൂലിയും കിട്ടും, തസ്ബീഹ് ചൊല്ലിയ കൂലിയും കിട്ടും സുന്നത്തിന്റെ. അതേ സമയത്ത് തസ്ബീഹ് അല്ലാത്ത മറ്റ് ദിക്റുകൾ, ഉദാഹരണം അല്ലാഹു അക്ബർ എന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അൽഹംദുലില്ലാ എന്നോ അങ്ങനെ എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലി അതുകൊണ്ട് തംബീഹ് ചെയ്ത സുന്നത്തിന്റെ കൂലി കിട്ടുന്നതല്ല. എന്നാൽ അത് നിസ്കാരം ബാത്തിലാവുന്നതോ തെറ്റായതോ ആയ ഒരു കാര്യമല്ല. എന്നാൽ സുന്നത്തിന്റെ കൂലി കിട്ടുക, തംബീഹ് ചെയ്യുക എന്ന പ്രതിഫലം കിട്ടുക, അത് സുബ്ഹാനല്ലാഹ് എന്നതിൽ പരിമിതമാണ്. കാരണം ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാൽ അതെടുക്കുമ്പോഴേ ആ സുന്നത്തിന്റെ കൂലി കിട്ടുള്ളൂ. എന്നാൽ ഇത് ദിക്റാണല്ലോ എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല, തെറ്റില്ല. അപ്പോ തംബീഹിന് വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് തന്നെ ചെല്ലണം, എങ്കിലേ സുന്നത്ത് കിട്ടുള്ളൂ, അതിനെ പ്രതിഫലം ലഭിക്കുള്ളൂ. പാഠം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ടെസ്റ്റ് ഇങ്ങനെ ഇപ്പം ആരും കെട്ടിയിടാത്തതുകൊണ്ട് ഇങ്ങനെ അടിച്ചോടുന്നത്. പലതവണ തെക്കുമല ഉസ്താദ് ഉണർത്തിയിട്ടും കീശ്ശേരി ഉസ്താദിന്റെ ചെറിയൊരു ക്യാമിൽ കൂടെയാണ് പാഠം ശ്രദ്ധിക്കുന്നത്. കിതാബാരും കയ്യിലില്ലാത്തതുകൊണ്ട്, എന്തായാലും കെട്ടിയിടാത്തതുകൊണ്ട് വല്ലാത്ത ശല്യപ്പെടുത്തുന്നു. ടെസ്റ്റ് അടിക്കുന്നുണ്ട്. അതെല്ലാം ചോദിക്കാം, നന്നാക്കട്ടെ. ഉസ്താദ്, ഈ വിശുദ്ധ റമളാനിന്റെ നോമ്പ് നോക്കാൻ ഫർളാക്കിയത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് നന്ദിയായിട്ടാണോ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ലോക്കൽ പ്രാസംഗികന്മാരൊക്കെ പറയാറുണ്ട്. ഇത് ശരിയാണെന്ന് അറിയുന്നില്ല. മറ്റൊന്ന് ചെറിയൊരു ചോദ്യം കൂടെ. എല്ലാത്തരും നോമ്പുകാരനെ ആക്രമിക്കുമ്പോൾ ഞാൻ നോമ്പുകാരനാണ് എന്ന് അതിന്റെ വിശദീകരണം ഉസ്താദ് പറഞ്ഞു. അഹങ്കാരത്തോടു കൂടി ആകാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. നോമ്പുകാരനെ ഒരാള് വന്ന് വല്ലാതെ വഴക്ക് പറഞ്ഞ് ശല്യം ചെയ്യാണ്. അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ജിയാഹ് വരും എന്ന് പേടിയില്ല. തുറന്നു പറഞ്ഞാൽ മറ്റോൾ തൽക്കാലം വഴക്ക് പറയൽ ഒഴിവാക്കും എന്ന് കണ്ടാൽ അയാളോട് തന്നെ ഞാൻ നോമ്പുകാരനാണ് എന്ന് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയണം എന്നും. ഇനി ജിയാഹ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യക്തി ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ അത് ബലവെക്കൊന്നുമില്ല,
അതുകൊണ്ട് അയാൾക്കൊരു കാര്യമില്ല എന്ന് കാണുമ്പോൾ ഒച്ചത്തിൽ പറയരുത് എന്ന്. എന്നാൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ നഫ്സിനെ നിയന്ത്രിക്കണം എന്നും പറഞ്ഞല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞാൽ ഫലപ്രദമാവൂല എന്ന് കണ്ട സ്വന്തം മനസ്സിനോട് പറയാ. അപ്പൊ അവൻ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും ഞാൻ പ്രകോപിതനാവരുത് എന്ന് സ്വന്തം മനസ്സിനോട് പറയാ. എന്നിട്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ആ മജ്ലിസ് വിടുകയാണ് വേണ്ടത്. അല്ലാതെ പറഞ്ഞതിന് തിരിച്ചടിച്ചാൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, പിന്നെന്തേനി? അതിനല്ലേ ഉള്ളതിന് ചോദ്യം. ആളുകൾ ഇങ്ങനെ ടെസ്റ്റ് അടിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തേക്കൊക്കെ നമുക്ക് കീശീരിനോട് എല്ലാരെയും കയറെടുത്ത് കെട്ടാൻ പറയാം. അതിന് കുഴപ്പമില്ല. കാരണം ആളുകൾ അങ്ങനെയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ആളുകൾക്ക് ഭയങ്കര മടിയാ. തന്നെയല്ല, സാധാരണ ഉസ്താദന്മാരെ അധികം എന്താ ചെയ്യാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊരു പുകിടിയെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഒരു അനക്കണ്ട്, നിങ്ങളൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുകിടിയെ എന്ന് പറയുന്നത്. നമ്മക്ക് അങ്ങനെയില്ല. ആളുകൾ അടങ്ങി ഇങ്ങനെ കുത്തിരിക്കണ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ കയറിട്ട് കെട്ടണത്. അപ്പൊ ഈ കയറിട്ട് കെട്ടാത്തപ്പോ സാധാരണ ആൾക്കാര് ഇങ്ങനെ പൂവിടാൻ പറയുന്ന ശീലമുള്ള ആളുകള് ചിലപ്പം തല മുറിച്ചിടും, ചിലപ്പോ വലുതും തലയോട്ടി വിടും, ചിലപ്പം മറ്റേ അതുണ്ടല്ലോ അസ്ഥികൂടം വിടും. അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി വേണം എന്ന് വെച്ചിട്ടാ. ഞമ്മക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഉറപ്പാണ് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് മുണ്ടാതെ അവിടെ കുത്തിരുന്നാലും കേട്ടോളും. അതുകൊണ്ട് നമ്മളെ പണിഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു കയറിട്ട് കണ്ട് കെട്ടി അവിടെ ഇടുക. എന്നാ പിന്നെ കീശീരിന്റെ കാമ ഇങ്ങനെ നോക്കണവർക്ക് അത് നോക്കാൻ തന്നെയെങ്കിലും സൗകര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ. ഈ 5 വക്ത് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് അതിലേക്ക് ബാക്കി നിസ്കരിക്കാനുള്ള മതിയും കാര്യങ്ങളൊക്കെ വരും തോന്നുകയാണെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമല്ലോ? ചോദ്യം ഒരു ജാതി വ്യക്തമായുള്ളൂ. അതായത് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 4 റക്അത്ത്, അതുപോലെ അസറിന്റെ മുമ്പ് 4 റക്അത്ത്. ഇത് 2 രീതിയിൽ നിസ്കരിക്കുക. ഉത്തമമായ രീതി ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ആദ്യം നിസ്കരിക്കുക. അത് സലാം വീട്ടിയതിന് ശേഷം 2 റക്അത്ത് വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഒരാള് ആദ്യം തന്നെ 4 റക്അത്ത് ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഒന്നിച്ച് നിസ്കരിച്ചാലും പറ്റും. പക്ഷേ അഫ്ളല് രണ്ടും വേറെ നിസ്കരിക്കല. അതുപോലെ തന്നെ ശേഷമുള്ള സുന്നത്തും 2 റക്അത്ത് ആദ്യം നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് കൂടി നിസ്കരിക്കലാണ് ഉത്തമം. എന്നാൽ ഒരാൾ 4 റക്അത്ത് ഒന്നിച്ച് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാലും സഹിയാവും. അതുപോലെ തന്നെ അസറിന് മുമ്പുള്ള സുന്നത്തും 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചാലും സഹിയാവും. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു, അങ്ങനെയും ആവാം. വേറിച്ച് 2 നിസ്കരിച്ച് സലാം വീട്ടുന്നതാണ് കൂടുതൽ ഉത്തമം, അഫ്ളല്. 4 റക്അത്ത് കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ സഹിയാകും, വിരോധമില്ല. പക്ഷേ വേർതിരിച്ച് 2 നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ നമ്മളെ അറബികളെ കൂടെയൊക്കെ സഹവാസം ആയതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ്. അവർ ഈ വെടിവെച്ച പക്ഷികളൊക്കെ പിന്നെ അറക്കാതെ അങ്ങനെ തന്നെയാണ് ഭക്ഷിക്കുന്നുണ്ട്. അതങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? അത് ഇനി നമ്മളെ മതപ്രകാരം ഭക്ഷിക്കാൻ പറ്റുമോ, ഇല്ല അവര് മതപ്രകാരം ഭക്ഷിക്കാൻ പറ്റുമോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നമ്മളെ മദ്ഹബ് പ്രകാരം വെടിവെച്ച് മരണപ്പെട്ട പക്ഷി മാംസം ഭക്ഷിക്കൽ ഹറാമാണ്. അതിന്റെ കാരണം നമ്മൾ പറയുന്നത് തീ കൊണ്ട് കൊല്ലപ്പെടുന്നതാണ്. കാരണം വെടിയുണ്ട തീ ആയിട്ടാണല്ലോ ചെന്ന് കൊള്ളുന്നത്. അത് ഭക്ഷിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ മദ്ഹബ്.
അതേ സമയത്ത് ചിറകിനോ കാലിനോ മറ്റോ ഒക്കെ വെടിവെച്ച് നമുക്ക് കിട്ടി സാധനത്തിന് അറക്കാൻ പറ്റിയാൽ ഭക്ഷിക്കാണ്. ഇതാണ് നമ്മളെ മദ്ഹബ്. എന്നാൽ വെടിവെച്ച് പിടിക്കുന്നത് അമ്പെയ്ത്തിനോട് തുല്യമായി കാണുന്ന മദ്ഹബുകൾ ഉണ്ടായിരിക്കാം. ഹംബലി മദ്ഹബിൽ ആ വിഷയം എന്താണ് എന്ന് വ്യക്തമായി ഞാൻ നോക്കിയിട്ടില്ല. ഏതായാലും മദ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. അവരുടെ മദ്ഹബിൽ അത് ഹലാലാവാൻ സാധ്യതയുണ്ട്. ഞമ്മക്കും പറ്റും അമ്പെയ്ത് ഒരു പക്ഷിയെ പിടിച്ചാൽ നമുക്ക് കിട്ടിയപ്പോക്ക് പക്ഷി മരണപ്പെട്ടിരുന്നു എങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. അതേസമയത്ത് വെടിവെക്കുന്നത് തീ കൊണ്ടുള്ളതാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് മരണപ്പെട്ടാൽ ഭക്ഷിക്കാൻ പാടില്ല, കിട്ടിയിട്ട് അറക്കാൻ പറ്റിയെങ്കിലേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ ചോദ്യം വെച്ചാൽ ഞാൻ ഇവിടെ UAE-യിലാണ്, ദുബായിൽ. എനിക്ക് ജോലി ഈ മോട്ടോർ സൈക്കിൾ പാർസൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇപ്പൊ നോമ്പാണ് വരാൻ പോകുന്നത്. അപ്പം ഇവിടെ കഠിനമായ ചൂടാണ്, 42-44 ഡിഗ്രി ചൂടുണ്ട്. നോമ്പാട്ടെ 15 മണിക്കൂറും. ഇപ്പൊ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ലീവൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇന്നൊരവസ്ഥയിൽ ഇപ്പം തന്നെ അങ്ങേയറ്റം തളർന്നു പോകുന്നുണ്ട്. അപ്പൊ നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എന്തെങ്കിലും കാരണവശത്താൽ ജീവൻ നിലനിർത്താൻ വേണ്ടി തളർന്നു പോയാൽ നോമ്പ് മുറിക്കാമോ? ആ നോമ്പ് കളാ വിട്ടാൻ പറ്റുമോ? അഥവാ ഈ ജോലിക്കൊരു തടസ്സമാകുന്ന രീതിയിൽ അങ്ങനെ നോമ്പിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നോമ്പ് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ സമയത്ത് നമുക്കത് കളാ വീട്ടാൻ പറ്റുമോ? അങ്ങനത്തെ വല്ല കൗലും ഇസ്ലാമിക കാഴ്ചപ്പാടിലുണ്ടോ? നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ജോലി പ്രശ്നമായതുകൊണ്ട്, ഈ വെളിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അങ്ങേയറ്റം തളർന്നു പോകും. അതുകൊണ്ട് ഈ നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? ജോലി തടസ്സത്തിന് കാരണമായി കൊണ്ട് അത് ഇസ്ലാമിക വല്ല ഹുക്കുമുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നല്ല ചോദ്യം. ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ പ്രയാസമേറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ കിതാബുകളിലൊക്കെ വിവരിച്ചൊരു കാര്യമുണ്ട്. രാത്രി നിയ്യത്ത് ചെയ്ത് നോമ്പ് നോൽക്കുക. ജോലിക്കിറങ്ങി ക്ഷീണം കൊണ്ട് നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ നോമ്പ് മുറിക്കൽ ഹലാലാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവുകയില്ല. പിന്നീട് ആ ദിവസം സൗകര്യപ്പെടുന്ന സമയത്ത് അടുത്ത കൊല്ലത്തെ റമദാൻ ആകുന്നതിന് മുമ്പ് സൗകര്യം പോലെ നോറ്റ് വീട്ടിയാൽ മതിയാവും. മനസ്സിലായില്ലേ? നോമ്പ് നോൽക്കാതെക്കാൻ പാടില്ല, നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല, അത് ഹറാമാ. നോമ്പ് നോൽക്കണം. പിന്നീട് പറഞ്ഞതുപോലെ നമ്മൾ ജോലിക്ക് ഇറങ്ങി ചൂടും വളരെ നീണ്ട സമയവും ഒക്കെ ഉള്ള പ്രതികൂല സാഹചര്യമാണ്. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ നമുക്ക് വലിയ ക്ഷീണം തോന്നിയാൽ അപ്പോൾ നോമ്പ് മുറിക്കൽ നമുക്ക് ഹലാല. അപ്പൊ അതുവരെ നോമ്പ് പറ്റുന്നതിന് കൂലിയും കിട്ടും, നോമ്പാവില്ലെങ്കിലും അവർ റമദാന്റെ ഹുർമത്ത് പാലിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്ത് ഈ അങ്ങേയറ്റത്തെ വിഷമം വരുന്നത് വരെ നോമ്പ് എടുത്തു എന്ന നിലക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഈ വിഷമം വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നോമ്പ് മുറിക്കലുള്ള ഹലാലാക്കിയതാണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവുകയുമില്ല. പിന്നീട് അടുത്ത കൊല്ലത്തെ റമദാൻ ആവുന്നതിന് മുമ്പ് സൗകര്യം പോലെ നോറ്റ് വീട്ടാവുന്നതാണ്. കാരണം ഇനി കുറെ കഴിയുമ്പോൾ നമുക്ക് നല്ല തണുപ്പിന്റെ സമയവും ദീർഘവും കുറഞ്ഞ സമയമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒഴിവാക്കിയ ദിവസങ്ങളുടെ നോമ്പ് നോറ്റ് വീട്ടുക. ഇനി ഒരു ദിവസം ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാൽ അന്ന് പൂർത്തിയാക്കുകയും ചെയ്യാം. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ എന്താ മനസ്സിലാക്കാൻ വെച്ചാല് ഭാരിച്ച ജോലിയാണ്, ഈ ജോലി ചെയ്തുകൊണ്ട് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയുക, അപ്പം തീരെ നോൽക്കാതിരിക്കുക. അത് തെറ്റാ. നോൽക്കാതിരിക്കാൻ പാടില്ല, അത് ഹറാമാ. നിയ്യത്ത് ചെയ്ത് നോമ്പുകാരനായി നോൽക്കുക. പിന്നീട് ക്ഷീണം വിഷമം വരുന്ന സമയത്ത് നോമ്പ് മുറിക്കുക, അത് ഹലാല. അപ്പൊ കണ്ടോ, നോമ്പ് അള്ളാഹ് കൽപ്പിച്ച നോമ്പ് നോറ്റും ചെയ്ത് ബുദ്ധിമുട്ട് വന്നപ്പോ നോമ്പ് മുറിക്കൽ അള്ളാഹ് ഹലാലാക്കിയതാണ്. ആ മുറിച്ചത് കൊണ്ട് നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരനാവില്ല. പിറ്റത്തെ കൊല്ലത്തെ റമദാൻ ആകുന്നതിന്റെ ഇടക്ക് സൗകര്യം പോലെ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് അത് നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം മതി. വേറെ കഫാറത്തോ ഫിദിയോ ഒന്നും വേണ്ടതില്ല. ഓക്കെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നോമ്പിന് വീട് പണി തുടങ്ങുന്നത് അല്ല വീട് പണി തുടങ്ങുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? അതിപ്പോ തുടങ്ങി വെച്ചതാണ്, കുറ്റിയടി കഴിഞ്ഞതാണ്. പിന്നെ നോമ്പിനാണ് ഇനിയിപ്പോ ചിലപ്പം തറപ്പണി തുടങ്ങുന്നത്. അതതിന്റെ മുന്നേ തന്നെ തുടങ്ങണോ, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുഴപ്പമൊന്നുമില്ല. നോമ്പിന് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും ഇസ്ലാമിൽ വിരോധിച്ച കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ നോമ്പിന്റെ മുമ്പ് തന്നെ തറപ്പണി ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഖൈർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹു തആല എളുപ്പമാക്കട്ടെ. അപ്പൊ ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ഷോലാവുകയും അതുകൊണ്ട് തന്നെ റമളാനിൽ ചെയ്യേണ്ട ഒരുപാട് സ്വാലിഹായ അമലുകളിൽ ചെയ്യാൻ പറ്റാതെ ഈ ഷോലിൽ നമ്മൾ ഇടപഴകുമ്പം ഒരുപാട് ഖൈർ നമുക്ക് തടയപ്പെടും. അപ്പൊ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ റമളാന്റെ മുമ്പ് തന്നെ ആ തറപ്പണി പൂർത്തിയാക്കി റമളാൻ ഫ്രീ ആക്കി വിടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ റമളാനിൽ വീട് കുറ്റിയടിക്കുന്നതിനോ തറകെട്ടുന്നതിനോ വീടിന്റെ മറ്റു പണികൾ ചെയ്യുന്നതിനോ ഒന്നിനും ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല, തെറ്റല്ല, അനുവദനീയമാണ്. പക്ഷെ ഈ കാര്യം ശ്രദ്ധിക്കണം, റമദാനിൽ അതുമായി ബന്ധപ്പെട്ട ഷോനിൽ നമ്മൾ മുഴുകിക്കഴിയുമ്പോൾ വളരെയേറെ പുണ്യം കിട്ടുന്ന ഒരുപാട് സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിന് അത് തടസ്സമാകും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ റമദാനിൽ അല്ലാതാവാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൻ കൂടുതൽ സഹായകമാകും. ഒരാൾക്ക് അപ്പോഴാണ് സൗകര്യമുള്ള ലീവും കാര്യങ്ങളും ആ സമയത്ത് ഒത്തു കിട്ടുള്ളൂ. ആ നിലക്ക് അവൻ അത് ചെയ്താൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, തെറ്റില്ല, അനുവദനീയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിനെ സുഖം തന്നെ വിശ്വസിക്കുന്നു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, 2 ദിവസം മുമ്പ് വാടാനപ്പള്ളി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി ഉസ്താദിന്റെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെ മഞ്ഞിനെ കുറിച്ച് അവരെ കുറിച്ചുള്ളൊരു അവരുടെ കുറവ് അറിയാമെങ്കിലും മറ്റൊരാളോട് പറയരുതെന്നാണ്. അപ്പൊ എന്റെ അടുത്തിരുന്നൊരു ഈ ചോദ്യം വരാൻ കാരണം എന്റെ അടുത്തിരുന്ന ഒരു മുസ്ലിം സുഹൃത്ത് അപ്പൊ ഇത് കേട്ടോണ്ടിരുന്നപ്പോ അവന് സംഭവിച്ച കാര്യമാണ് അവൻ പറഞ്ഞത്. ഓനോട് ഒരുപാട് തവണ കടം മേടിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അതേ ആള് തന്നെ വേറൊരു അവന്റെ കൂട്ടുകാരനോട് കടം ചോദിക്കുന്ന കണ്ടാല് ആ കൂട്ടുകാരനോട് ഇയാൾ കടം മേടിച്ച തിരിച്ചു തരാത്ത ആളാണ് എന്ന് പറഞ്ഞാല് അത് ഇതില് ഈ പരിധിയിൽ വരുമോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ നല്ല മനസ്സോടുകൂടി ചോദിച്ചാണ്. അപ്പൊ ഉസ്താദിനൊന്ന് മറുപടി പറഞ്ഞാൽ നല്ലതായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പരദൂഷണം പറയുന്നത് പൊതുവെ വിരോധിക്കപ്പെട്ട കുറ്റമാണ്. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരാളുമായി ഒരു ഇടപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ സംബന്ധിച്ച് തന്നോട് അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹത്തെ പറ്റി തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അതായത് ഗീബത്ത് പറയൽ പൊതുവിൽ അതിന്റെ നിയമം ഹറാമാണെങ്കിലും ചിലപ്പോൾ നിർബന്ധമാവും, ചിലപ്പോൾ സുന്നത്താവും, ചിലപ്പോൾ അനുവദനീയമായ ജായിസാവും, ഇങ്ങനൊക്കെ വരും. അതിൽപ്പെട്ട നിർബന്ധമാവുന്ന ഒരു സമയമാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഇടപാട് ചെയ്യാൻ പോകുന്നത്. കടം വാങ്ങാട്ടെ, കച്ചവടം ചെയ്യാട്ടെ, എന്തുമാട്ടെ, ഇടപാട് ചെയ്യാൻ പോകുന്നു. ഈ ഇടപാട് ചെയ്യാൻ പോകുന്ന വ്യക്തി തന്റെ ഒരു സുഹൃത്ത് മറ്റൊരാളുമായി ഇടപാട് ചെയ്യാൻ പോകുമ്പം തന്നോട് അന്വേഷിച്ചു, ഇങ്ങനെ എടാ ഇന്നൊരാള് എന്നോട് കാശ് കടം ചോദിക്കുന്നുണ്ട്, നിനക്കറിയില്ല അയാളെ പറ്റി, അയാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മുഷാവറ ചെയ്ത് ചോദിച്ചാൽ അത് പറയൽ വിജൂബ, അയാള് ഇടപാടിന് കൊള്ളാത്ത ആളാണ് എന്ന് പറയണം. അത് ഗീബത്താണ്, പക്ഷെ അനുവദനീയമായ ഗീബത്താണ്, അത് പറയണം. മുഷാവറ ചെയ്താൽ, തന്നോട് അഭിപ്രായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തോ വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളോട് എന്തോ വാങ്ങുകയാണ്,
അയാളെ പറ്റി അറിയുന്ന ഒരാളോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇന്ന ആളുമായിട്ട് ഇന്നൊരു ഇടപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് അയാളുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അയാളെ സംബന്ധിച്ച് തനിക്ക് അറിയുന്ന കാര്യം പറയണം. എന്നാൽ അയാള് വാക്ക് പാലിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഇടപാടിൽ വിശ്വസ്തനല്ലാത്ത ആളാണ് എന്ന് അറിയുന്നെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നിർബന്ധമാണെന്ന സംഗതി. അയാൾ മറ്റേയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഗൈബത്താണ്. പക്ഷേ ഇവിടെ ഇടപാട് ചെയ്യാൻ പോകുന്ന വ്യക്തി തന്നോട് നസീഹത്ത് അല്ലാഹു തആല പറഞ്ഞൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, അദ്ദീനു വന്നസീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഖാലൂ ലിമൻ, സ്വഹാബത്ത് ചോദിച്ചു ആർക്കൊക്കെ ഉള്ള ഗുണകാംക്ഷയാണ്? ഖാല ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുഅ്മിനീന വഅമ്മത്തി, എല്ലാവർക്കുമുള്ള ഗുണകാംക്ഷ. ഇതിൽപ്പെട്ടതാണ് വഇദസ്തൻസഹക ഫൻസഹലുഹു, നിന്നോട് നസീഹത്ത് ചോദിച്ചാൽ നസീഹത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ വ്യക്തി കടം വാങ്ങിയാൽ ശരിയായ നിരക്ക് കടം വീട്ടാത്ത ശുയിപ്പ് കെട്ടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വാക്ക് പാലിക്കാത്ത ആളാണെങ്കിൽ, അതല്ലെങ്കിൽ ചതിക്കുന്ന ആളാണെങ്കിൽ, ഒരാള് ഇങ്ങനെയുള്ളൊരു വ്യക്തിയുമായി ഇടപാട് ചെയ്യാൻ പോകുമ്പോൾ തനിക്കറിയുന്ന നിജസ്ഥിതി അയാൾ അന്വേഷിച്ചാൽ പറഞ്ഞു കൊടുക്കൽ കടമയാണ്, അത് നസീഹത്തിന്റെ ഭാഗമാണ്. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്കൂടെ. എല്ലാവരും ക്ഷമിക്കണം. ഉസ്താദ്, ഇവിടെ പള്ളിയിൽ പോകുമ്പോൾ പലപ്പോഴും പല തരത്തില് ആളുകൾ നിസ്കാരത്തിലേക്ക് വരണ കാണാറുണ്ട്. ചിലര് ഇമാം കൈകെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ടെലിഫോണിൽ സംസാരിച്ചിട്ട് റുക്കുവിലേക്ക് പോകാനുള്ള അല്ലാഹു അക്ബർ പറയുമ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വന്ന് റുക്കുവില് നിൽക്കും ആ റക്അത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില ഇതിലൊരാളെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കാരണം ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞിട്ട് പോയിട്ട് നിസ്കരിക്കുക, അപ്പൊ നിസ്കാരം പെട്ടെന്ന് കഴിയാനായിട്ട്. പിന്നെ അതുപോലെ ഉസ്താദിന്റെ ജമാഅത്ത്, അതായത് പള്ളിയിലെ ഖത്തീബിന്റെ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ജമാഅത്തായിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം പള്ളിയിലെ ഖത്തീബിന്റെ ഒപ്പം നിന്നിട്ട് ജമാഅത്ത് നിസ്കരിക്കുന്നതിനേക്കാളും 2 മിനിറ്റ് കൊണ്ട് ആ നിസ്കാരം കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുമോ? എന്താണ് ഇതിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എന്താണ് ഇതില്? അസ്സലാമു അലൈക്കും. പ്രത്യക്ഷത്തിൽ സ്വീകരിക്കപ്പെടും, സഹിയാണ്. പക്ഷേ ഈ ലക്ഷ്യം അതാണെങ്കിൽ അത് നല്ലതല്ല. ചോദ്യത്തിൽ പറഞ്ഞ ലക്ഷ്യമാണെങ്കിൽ അത് നല്ലതല്ല. പക്ഷേ നിയമപരമായിട്ട് നിസ്കാരം സഹിയാവും. എന്ന് പറഞ്ഞാൽ ഇമാം റുക്കൂ പോകാനാകുന്നവരെ ടെലിഫോൺ വിളിച്ചിട്ടോ മറ്റാളുകളുമായിട്ട് സംസാരിച്ചിട്ടോ എന്തൊക്കെ ആയിട്ട് വിട്ട് ഇമാം റുക്കൂയിൽ പാട് വേഗം വന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പിന്നെ റുക്കൂയിലേക്ക് ഇമാമിന്റെ കൂടെ പോയി. അപ്പോൾ റക്അത്ത് കിട്ടുമല്ലോ. മനഃപൂർവ്വം അങ്ങനെ പിന്തിക്കുന്നത് നല്ലതല്ല. പരലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തിൽ വലിയ കുറവ് വരും. എന്നാൽ നിയമപരമായ നിസ്കാരം സഹിയാണ്. അതുപോലെ തന്നെ മറ്റ് ചില വിളവന്മാര് ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന് തുടരും. 4 റക്അത്തുള്ള നിസ്കാരം ആണെങ്കിൽ ഇമാമിന്റെ 3ഉം 4ഉം റക്അത്തിൽ സൂറത്തില്ലാത്തത് കൊണ്ട് വേഗം കഴിയുമല്ലോ. അപ്പൊ പിന്നെ 2ാമത്തെ റക്അത്ത് ആ കൂട്ടത്തിലായതുകൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ ബാക്കി നിസ്കരിക്കുന്ന 2 റക്അത്ത് ഏതായാലും വേഗം നിസ്കരിക്കുക, അപ്പൊ പെട്ടെന്ന് തീർക്കാം. ബാഹ്യമായി നിയമപരമായി നിസ്കാരം സഹിയാവും. പക്ഷേ അവൻ നിസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളാണ്. തന്റെ ജീവിതത്തിൽ തനിക്ക് നാളെ പരലോകത്ത് ഉപകാരപ്രദമായി ലഭിക്കുന്ന സമയത്തിൽ ഏറ്റവും മഹത്തായത് അള്ളാഹുവിന്റെ ഇബാദത്തിന് ഉപയോഗിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ അള്ളാഹുവിനൊരു മനുഷ്യൻ തടികൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വിനിയോഗിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും മഹത്തരമായത് അള്ളാഹുവിന്റെ നിസ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സമയമാണ്. അത് എത്ര കണ്ട് കൂട്ടാൻ കഴിയുമോ അവനാണ് ബുദ്ധിമാൻ. എത്ര കണ്ട് കുറക്കുന്നുണ്ടോ അവൻ ബുദ്ധിയില്ലാത്തവനും പരലോകത്തിൽ പ്രതിഫലത്തിൽ കൊതി കുറഞ്ഞവനും ആണ് എന്ന നിലക്ക് അവൻ ഒരുപാട് മഹത്വങ്ങളും പ്രതിഫലങ്ങളും നഷ്ടപ്പെടുത്തുന്നു.
പക്ഷേ നിയമപരമായി അവന്റെ നിസ്കാരം ശരിയല്ല, ബാത്തിലാണെന്ന് പറയാൻ പറ്റൂല. നിസ്കാരമൊക്കെ ശരിയാണ്, പക്ഷേ അവൻ പരലോകത്തിലുള്ള ഹൈറിൽ പ്രതീക്ഷ കുറഞ്ഞവനും ആ ആഗ്രഹം ഇല്ലാത്തവനുമാണ് എന്ന് ധ്വനിപ്പിക്കുന്നുണ്ട്. അത് തന്നെ മറ്റേ 3ാമത്തെ വിഷയത്തിലും. അതായത് ജമാഅത്തായി പള്ളിയിൽ ഔദ്യോഗിക ജമാഅത്ത് നടത്തുന്ന ഇമാമ് സാവകാശമാണ് നിസ്കരിക്കുക. അപ്പൊ കുറച്ചധികം സമയം നിസ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടും. ആ മഹത്തായ പുണ്യം നഷ്ടപ്പെടുത്തി പിന്നീട് ഒന്ന് നിസ്കരിക്കുന്ന ആളുകളോട് തുടർന്ന് നിസ്കരിച്ചാൽ അവർ വേഗം നിസ്കരിക്കും. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നിസ്കരിച്ച് തീർക്കുക എന്ന നിലക്ക് അതിൽ കൂടുതൽ ഒരുപാട് പ്രതിഫലം നഷ്ടപ്പെടുത്തും. എന്നാൽ നിസ്കാരം സഹിയാണ് താനും. ഈ പറഞ്ഞ 3 ചോദ്യങ്ങളിലും നിസ്കാരം സഹിയാണ്, നിയമപരമായി ഓക്കെ. പക്ഷേ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത മനുഷ്യനാണ് അവൻ, ആഖിറത്തിൽ കൊതിയില്ലാത്തവനാണ് എന്ന് മനസ്സിലാവും. കാരണം തന്റെ ജീവിതത്തിൽ താൻ ഉപയോഗപ്പെടുത്തുന്ന അനർഘമായ വിലമതിക്കാനാവാത്ത സമയമാണ് നിസ്കാരത്തിൽ വിനിയോഗിക്കപ്പെടുന്നത്. അത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നോ അത്രയും വലിയ ഭാഗ്യവാനാണ്, എത്ര കണ്ട് കുറക്കുന്നോ അത്രയും കണ്ട് ഭാഗ്യം നഷ്ടപ്പെടുകയാണ് എന്ന്. ഓക്കെ. എന്താ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ DC ആയിട്ട് ഇനിയെന്നാ എനിക്ക് തോന്നുന്നത്. മൈക്ക് തൊട്ടു മുമ്പ് ചോദിച്ചിരുന്ന ആരാണ്? ഹാഫിദോ. അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മൈക്കിന് ശബ്ദമില്ലാഞ്ഞിട്ടായിരുന്നോ അതല്ല ഞാൻ DC ആയതുകൊണ്ടാണോ എന്നറിയില്ല, ശബ്ദമൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹം തന്നെ മൈക്ക് ശരിയുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് രണ്ടാമത് ചോദിക്കാവുന്നതാണ്. ഞാൻ രണ്ടാമത് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി കയറിയതാണ്. എനിക്ക് തോന്നിയത് ഞാൻ DC ആയതുകൊണ്ട് കേൾക്കാത്തതായിരിക്കാമെന്നോ. ഏതായാലും മൈക്ക് ശരിയുള്ള ആളാണെങ്കിൽ അദ്ദേഹം തന്നെ മൈക്ക് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾ മൈക്ക് എടുക്കുക. ചോദിച്ച ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ റമദാനിലെ നോമ്പ് വിശുദ്ധ ഖുർആൻ ഇറക്കിയതിന് നന്ദിയായിട്ടാണോ നോക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആണെങ്കിൽ എനിക്ക് വേറെ ചോദ്യമുണ്ട്, അത് പിന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഖുർആൻ ഇറക്കിയതിന് വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്. നോമ്പ് നോൽക്കുന്നത് ഇസ്ലാമിന്റെ അർക്കാനുൽ ഹംസ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകം എന്ന നിലക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത്. എന്നാൽ അതിന്റെ ഹിക്മത്ത്, നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ഹിക്മത്തുകളിൽപ്പെട്ട ഒരു ഹിക്മത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താവുന്ന അവന്റെ കിതാബ് മുഖേന ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന ഒരു ഹിക്മത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാതെ ഖുർആൻ ഇറക്കിയത് കൊണ്ടല്ല നോമ്പ് ഫർളായത്. നോമ്പ് ഫർളായത് ഇസ്ലാമിന്റെ 5 റുക്നുകളിൽപ്പെട്ട ഒരു റുക്ന് എന്ന നിലക്കാണ്. എന്നാൽ നോമ്പിന്റെ ഹിക്മത്തുകളിൽപ്പെട്ട ഒരു ഹിക്മത്താണ് അല്ലാഹു തആല അവൻ
അവന്റെ അടിയാറുകൾക്ക് ഹിദായത്തിന്റെ വഴി കാണിക്കാൻ വേണ്ടി അവന്റെ മഹത്തായ കിതാബ് ഇറക്കി തന്ന മാസമായതുകൊണ്ട് അതിന് ശുക്ർ ചെയ്യുക എന്ന ഒരു ഹിക്മത്ത് കൂടി കൂട്ടത്തിലുണ്ട്. ഓക്കെ, സൗണ്ട് ഇല്ലാത്ത തന്നെ ഹദീസ് കഴിഞ്ഞ് വേറെ ആവശ്യം വേറെ. എന്നാൽ അദ്ദേഹത്തിന്റെ മൈക്കിന് സൗണ്ട് ഇല്ല എന്നത് ശരിയാണ്. കാരണം നേരത്തെ സൗണ്ട് ഞാൻ കേട്ടില്ല, ഇപ്പോഴും സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ അദ്ദേഹം മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരികയോ, ഇനി മൈക്ക് ശരിയാകുന്നില്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും PM ചെയ്തു കൊടുക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മൈക്ക് ശബ്ദം രണ്ടട്ടടുത്തിട്ട് മൈക്കിന് ശബ്ദമില്ല, ഒന്ന് നോക്കിയിട്ട് ശബ്ദം ഉണ്ടെങ്കിൽ മൈക്കിന് എടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും PM അടിച്ചിട്ട് ഓരോട് ചോദിപ്പിക്കാതല്ലേ. ചില അറബികള് 4 റക്അത്ത് നിസ്കരിക്കാൻ നമ്മളെ പിടിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന ആകെ കൂടെ നിസ്കരിക്കാൻ പറയും, ബാക്കി നിങ്ങൾ നിസ്കരിച്ചു നേരെ. ശരിയാണോ? ചാടല്ലോ. ഞാൻ മൈക്ക് എടുക്കുന്നതിന് മുമ്പേ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചാടാൻ പാടില്ല, അതിന് മറുപടി പറഞ്ഞിട്ടില്ലാത്ത വേറെ ആളിത്ത, അല്ലെങ്കിൽ എന്നെ 2 എണ്ണം ചോദിച്ചാൽ ഒപ്പം ചോദിച്ചാൽ എനിക്ക് മറന്നു പോകാണ്. തെറ്റില്ല, പക്ഷെ അത് ഉത്തമമാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണം, ഫർള് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയോട് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി തുടരുക, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയോട് ഫർള് നിസ്കരിക്കുന്ന വ്യക്തി തുടരുക എന്നതൊക്കെ നിസ്കാരം ശരിയാവുമെങ്കിലും ഉത്തമമായ രീതിയല്ല. എന്നാൽ ളുഹ്റ് അല്ലെങ്കിൽ അസർ പോലത്തത് കസറാക്കി 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളോട് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരാൾ തുടരുന്നതിന് കുഴപ്പമില്ല. 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമ സലാം വീട്ടിയാൽ ബാക്കി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാം, അവിടെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ സുന്നത്ത് നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്ന 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾ തുടർന്നു, എന്നാൽ അയാൾ സലാം വീട്ടിയതിനു ശേഷം ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. സഹിയാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ ഏകദേശം 2 കോടി രൂപയോളം സ്റ്റോക്ക് സാധനമുണ്ട്. റമദാൻ ഷരീഫ് അടുത്തല്ല, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം 2 കോടി രൂപയുടെ സ്റ്റോക്ക് ഉള്ളതിന് ഏകദേശം 1 കോടി രൂപയുടെ കടബാധ്യതയും കൂടിയുണ്ട്. അപ്പൊ ഇതിന് എന്താണ് ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള പ്രതിവിധി എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ ശബ്ദം വളരെ കുറവാണ്. എനിക്ക് പിന്നെ ഇവിടെ വലിയ ഒച്ചയിൽ ഞാൻ ബോക്സ് വെച്ചത് കൊണ്ട് എനിക്ക് കേൾക്കും, മറ്റുള്ള സാധാരണ കേൾവിക്കാർക്കൊന്നും കേൾക്കൂല. എന്നാലും ഞാൻ ചോദ്യം പറഞ്ഞുതരാം. ഞാൻ അദ്ദേഹത്തെ 2ാമത് എടുത്ത് ചോദിപ്പിക്കണ്ട, ഞാൻ കേട്ടത് കൊണ്ട്. അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ കുറെ ഇന്നിപ്പോ കണക്കെടുപ്പ് നടത്തിയാൽ വലിയൊരു സംഖ്യയുടെ കച്ചവട ചരക്കുണ്ട്, നല്ലൊരു ഭീമമായ തുക കടവുണ്ട്. അപ്പൊ സക്കാത്തിന്റെ വിധി എങ്ങനെയാണ് വരിക? അതായത് ആകെ സ്റ്റോക്കുള്ളതിന് മൊത്തം 2.5% സക്കാത്ത് കൊടുക്കണോ, അതല്ല കടം കൊടുക്കാനുള്ളത് കടം കഴിച്ച് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതിയോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഞാൻ ആവർത്തിക്കാൻ കാരണം പലരും നിങ്ങളുടെ ശബ്ദം കുറവായതുകൊണ്ട് ചോദ്യം കേട്ടിട്ടില്ല. എല്ലാവർക്കും വന്നല്ലോ, എന്നാ പിന്നെ ആ ചോദ്യം ബാക്കിയുള്ളവർ ചോദിക്കണ്ടല്ലോ.
നല്ലൊരു ചോദ്യമാണ് സുഹൃത്ത് ചോദിച്ചത്. നമ്മൾ പലപ്പോഴും അത് വിശദമായി ഇവിടെ പറഞ്ഞതാണ്, എന്നാലും അദ്ദേഹം അത് കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ ഉണർത്താം. സക്കാത്തിന്റെ സ്വഭാവം, കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നതും മുതലിന്റെ സക്കാത്ത് എന്ന് പറയുന്നതും ഈ വസ്തുവിനോടാണ് നേരിട്ട് ബന്ധപ്പെടുന്നത്. ഉദാഹരണം, വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയുടെ സക്കാത്ത് വ്യാപാര വസ്തുക്കളുടെ മേൽ നേരിട്ട് നിർബന്ധമാവുകയും അത് ഈ വ്യാപാരി ഏറ്റെടുത്തു കൊടുക്കേണ്ടതുമാണ്. എന്ന് പറഞ്ഞാൽ വ്യാപാരിയുടെ മേൽ നിർബന്ധമായത് വ്യാപാരത്തിൽ നിന്ന് കൊടുക്കുകയല്ല, വ്യാപാരത്തിന്റെ മേൽ നിർബന്ധമായത് വ്യാപാരി കൊടുക്കുകയാണ്. കടം എന്നത് ഈ വ്യക്തിയുടെ ബാധ്യതയിലാണ് വരുന്നത്. അത് മനസ്സിലാക്കുക, വ്യക്തിയുടെ ബാധ്യതയിലാണ് കടം വരുന്നത്. അപ്പോ വ്യാപാരം നടക്കുന്ന വസ്തുക്കളുടെ മേൽ നിർബന്ധമായ സക്കാത്ത് ആ വസ്തു എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിന്റെ 2.5% കൊടുക്കേണ്ടത്. കടം എന്നത് ഈ വ്യാപാരിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിലാണ് വരുന്നത് എന്നതുകൊണ്ട്, തന്റെ ഉത്തരവാദിത്വത്തിൽ കടമുണ്ട് എന്നതുകൊണ്ട് വ്യാപാരത്തിന്റെ മേൽ നിർബന്ധമായ സക്കാത്ത് ഇളവ് ചെയ്യാൻ അത് കാരണമല്ല. അപ്പോ കൊല്ലം തികയുന്ന സമയത്ത് നമ്മുടെ വ്യാപാരത്തിലുള്ള കച്ചവട ചരക്ക്, അല്ലാതെ അവിടെയുള്ള ഉപകരണങ്ങളോ ഷോപ്പിനോ ഇതിനൊന്നും വരട്ടണ്ട. അവിടെ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ച ചരക്കുകൾ, വിൽക്കപ്പെടുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ നമ്മൾ ഈ കൊല്ലം തികയുന്ന സമയത്ത് കണക്കെടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് എന്ത് വിലക്ക് കിട്ടും ആ വിലയാണ് കണക്കാക്കേണ്ടത്. മുമ്പ് നമ്മൾ വാങ്ങിയ സമയത്ത് എന്തായിരുന്നു വിലക്ക് വാങ്ങിയതാണെന്ന് ആ ബില്ല് നോക്കിയിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്. ഇന്ന് ഉദാഹരണം റമദാൻ 1-നാണ് നമ്മളെ കൊല്ലം തികയുന്നതെന്ന് ഉദാഹരണം വെച്ചോളൂ നിങ്ങൾ. ഈ റമദാൻ 1-ന്റെ അന്ന് ഇന്ന് നമ്മളെ കടയിൽ സ്റ്റോക്കുള്ള ചരക്ക് ഇന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്ത് വില വരും? ആ വില വെച്ച് കണക്കാക്കി എത്ര രൂപയുടെ സ്വത്തുണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. ഇവിടെ വ്യാപാരി കൊടുക്കാനുള്ള കടം അതിൽ ബാധകമാവുന്നില്ല. അതിന്റെ കാരണം കടം വ്യക്തിയുടെ മേലാണ് വരുന്നത്, സക്കാത്ത് ചരക്കിന്റെ മേൽ നേരിട്ടുമാണ് വരുന്നത്. അപ്പൊ രണ്ടും 2 പോയിന്റിലാണ് വരുന്നത് എന്നതുകൊണ്ട് കടം കഴിച്ച് ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുത്താൽ പോരാ, നിലവിലുള്ള വിൽപ്പന ചരക്കുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാവുന്നു. ഓക്കെ, അല്ലാഹുതആല കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല നിലക്ക് സക്കാത്തും മറ്റ് ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹുതആല തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. ഉസ്താദെ, ഈ പൊരകുടി അതുപോലെ അങ്ങടി കട ഓപ്പൺ ആകുന്നത്, കുറ്റിയടിക്കുന്നത്, ഇതിന് ദിവസങ്ങളിൽ ഏതാണ് നല്ലതെന്ന് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു സാർ. അതിപ്പോ എനിക്കിപ്പോ അങ്ങനെ തിരിയില്ലല്ലോ. അതൊക്കെ ആണെങ്കിൽ നിങ്ങളെ നമ്മളെ ബഹുമാനപ്പെട്ട കാക്കൂട്ടം ഉസ്താദൊക്കെ ക്ലാസ് എടുത്തുമ്പോൾ ചോദിക്കണം. ഞാൻ ആ ജാതി ഇൽമൊന്നും പഠിച്ചാത്ത ഒരു സാധു പാവം. ഈ ഫിഖിന്റെ വസ്സൽ എങ്ങനെ പറയാന്നല്ലാതെ ഇതൊക്കെ മറ്റു ചില ഇൽമുകളാണ്. ഇതിനൊക്കെ പ്രത്യേക ഇൽമിന്റെ വകുപ്പുകളുണ്ട്. അതാത് ഇൽമുമായി ബന്ധവും അറിവുമുള്ള ആളുകൾ അവർക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായി പറയാൻ കഴിയൂ. എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇത് തമാശയല്ല, കാര്യം തന്നെ. ആ ചോദിച്ച ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഞാൻ ആ ഫന്നിൽ, അതായത് അസ്മാ, ത്വൽസമാത്ത്, തിബ് തുടങ്ങിയ വകുപ്പ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചില സമയങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില മെച്ചങ്ങൾ, ഗുണങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ചില പ്രത്യേക സമയവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ നോക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അത് അതുമായിട്ട് ബന്ധമുള്ള ആളുകളോട് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാ ഏത് ദിവസവും പറ്റാത്തതില്ല, അത് നമുക്ക് പറയാം. അത് ഇസ്ലാമിന്റെ ശറഅ് നോക്കുമോ? കുറ്റിയടിക്കാൻ, അതല്ലെങ്കിൽ തറക്കല്ലിടാൻ, കട്ടില വെക്കാൻ, മീൻ വാർപ്പ് നടത്താൻ, അല്ലെങ്കിൽ കുടികൂടാൻ, അല്ലെങ്കിൽ കല്യാണം നടത്താൻ ഇന്ന ദിവസം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു ദിവസവും ഇല്ല. എന്നും പറ്റും.
എന്നാൽ ചില പ്രത്യേക ദിവസങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട്. അത് അത്തരം കാര്യവുമായി അറിയുന്ന ഉസ്താദന്മാരോട് ആരോടെങ്കിലും ചോദിക്കലായിരിക്കും ഹൈർ. എനിക്ക് സംശയം, നമ്മൾ ഈ ഉംറ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്യുന്ന ആള് അയാൾ തന്നെ വേണം ഈ കുട്ടിയുടെ ഉംറ പൂർത്തിയാക്കേണ്ടത്. തവാഫ് ചെയ്തു, ക്ഷീണം വന്നു, ഭാര്യ കൂടെ ഉണ്ട്, എന്നാൽ സഈ ഭാര്യയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നതാണ് സംശയം. അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമുണ്ടോ? പിന്നെ ഈ കുട്ടിക്ക് വേണ്ടി ഉംറ ചെയ്യുന്ന ആളുടെ മുടിയാണ് എടുക്കേണ്ടത്, കുട്ടിയുടെയാണ് എടുക്കേണ്ടത്? ഇതാണ് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലയില്ലാത്ത കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് ഇഹ്റാം. ചെറിയ കുട്ടി വകതിരി വെക്കാത്ത കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് കുട്ടിക്ക് വേണ്ടി. വകതിരി വെത്തിയ ഉദാഹരണം 7 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ അപ്പാന്റെ സമ്മതം ഉണ്ടായാൽ കുട്ടിക്ക് തന്നെ ഇഹ്റാം ചെയ്യാം. അപ്പൊ ചെറിയ കുട്ടിയാണ്. 7 വയസ്സിൽ താഴെയുള്ള വകതിരി വെക്കാത്ത കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിയതിന് ശേഷം രക്ഷിതാവ് സുന്നത്ത് നിസ്കരിച്ച് രക്ഷിതാവ് കുട്ടിയെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാണ് വേണ്ടത്. അപ്പൊ കുട്ടി ഇഹ്റാമിലാവും. ഇനി ഇഹ്റാമിൽ പറ്റാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് കുട്ടിയുടെ കടമയല്ല, രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രക്ഷിതാവ് തന്നെ കുട്ടിയെ കൊണ്ട് തവാഫ് ചെയ്യിക്കണം എന്ന് നിർബന്ധമില്ല. രക്ഷിതാവിന് പറ്റുമെങ്കിൽ രക്ഷിതാവ് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ രക്ഷിതാവിന്റെ സമ്മതത്തോടുകൂടി മറ്റുള്ളവർക്കും ചെയ്യാം. മനസ്സിലായില്ലേ? അതേ രീതി തന്നെയാണ് സയ്യിൻ്റെതും. രക്ഷിതാവ് സ്വന്തം ചെയ്യിക്കാം, അതില്ലെങ്കിൽ രക്ഷിതാവിന്റെ സമ്മതത്തോടുകൂടി മറ്റുള്ളവർക്കും ചെയ്യിക്കാം. മനസ്സിലായില്ലേ? അത് ഭാര്യയാവാം, അല്ലാതെ കൂടെയുള്ള സ്നേഹിതന്മാരാകാം, സഹായിക്കാൻ പറ്റുന്ന ആരെയാകാം. പക്ഷെ എന്തു വേണം? വകതിരി വെത്താത്ത കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് സ്വന്തം ചെയ്യിക്കണം, അതല്ലെങ്കിൽ രക്ഷിതാവിന്റെ സമ്മതത്തോടു കൂടി മറ്റുള്ളവർ ചെയ്യിക്കണം. അങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തവാഫ് ഈ രക്ഷിതാവ് തന്നെ ചെയ്യിച്ചു, സയ്യ് ഇയാളുടെ ഭാര്യ, അതായത് കുട്ടിയുടെ ഉമ്മയാണ് ചെയ്യിക്കുന്നത്, കുഴപ്പമില്ല. രക്ഷിതാവിന്റെ സമ്മതത്തോടു കൂടി ഉമ്മാക്കും ആവാം, അല്ലാതെ പുറമുള്ളവർക്കും ആവാം. ഓക്കെ. മൂന്നാമത്തെ കാര്യം വദാഇന്റെ തവാഫ്. വദാഇന്റെ തവാഫ് വാജിബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാജിബാണ്. അത് കുട്ടികൾക്കും വാജിബാണ്, വലിയവർക്കും വാജിബാണ്. കുട്ടികൾ വദാഇന്റെ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയവരെ പോലെ തന്നെ വദാഇന്റെ തവാഫ് ചെയ്യാത്തതിന്റെ മേൽ ഫിദിയ കൊടുക്കണം. പക്ഷെ ഈ ഫിദിയ കൊടുക്കേണ്ടത് രക്ഷിതാവാണ് അല്ലേ. അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റൂല. വലിയവർക്ക് എന്തൊക്കെ ചെയ്യണോ അതേ നിയമം തന്നെയാണ് കുട്ടികൾക്കും. പക്ഷേ വലിയവർക്ക് അവരവരുടെ മേൽ നേരിട്ട് നിർബന്ധമാകുന്നു. കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ വന്നാൽ അത് രക്ഷിതാവാണ് ചെയ്യൽ നിർബന്ധമാകുക. അപ്പോ കുട്ടിയെ കൊണ്ട് വദാഇന്റെ തവാഫ് ചെയ്യിക്കൽ നിർബന്ധമാണ്. ചെയ്യിച്ചിട്ടില്ലെങ്കിൽ ഒരു വാജിബ് നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ ഫിദിയ വുജൂബാകും. ഫിദിയ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരാണെങ്കിൽ ഒരാടിനറക്കണം, കഴിവില്ലാത്തവരാണെങ്കിൽ 3 നോമ്പ് ആദ്യം നോറ്റ് പിന്നെ അതിന്റെ ഇടക്ക് ഒരു 4 ദിവസം ഇടവിട്ടിട്ട് പിന്നെ ബാക്കി 7 നോമ്പ് നോറ്റ്, അങ്ങനെ 10 നോമ്പ് നോൽക്കണം. അത് കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ കണക്കാണ്. പക്ഷെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാവ് ചെയ്യണം. വദാഇന്റെ തവാഫ് വലിയവർക്കും വാജിബാണ്, കുട്ടികൾക്കും വാജിബാണ്. അത് വാജിബില്ലാത്തത് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് ഹൈലോ നിഫാസോ പോലെയുള്ള അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മാത്രം അത് വുജൂബില്ല. അവര് ഫിദിയും കൊടുക്കണ്ട, തവാഫും ചെയ്യണ്ട. അശുദ്ധി ഇല്ലാത്ത സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രായപൂർത്തിയെത്താത്ത കുട്ടികളായാലും ഒക്കെ വദാഇന്റെ തവാഫ് വാജിബാവുന്നു. ഉസ്താദ്, ഇത് നേരത്തെ ചോദിച്ച സഹോദരൻ ഹാഫിസ് വാഹിദ് അസ്ഹരി ചോദിക്കാനിരുന്ന ചോദ്യമാണ്. അതായത് സ്ത്രീകള് മെൻസസ് ഉണ്ടാകുമ്പോൾ 6 ദിവസത്തിൽ എല്ലാ ദിവസവും ഇല്ല, കാരണം ഇടയിൽ ഒരു ദിവസം ഉണ്ടാവില്ല,
അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഉണ്ടാവും, അതിന്റെ അടുത്ത ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഇല്ലാത്ത ദിവസങ്ങളിൽ കുളിച്ച് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ആ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഉസ്താദ് മറുപടി പറഞ്ഞു നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അദ്ദേഹത്തിന് മൈക്ക് ശരിയില്ല, അതിന്റെ പിന്നെ എന്നോട് പണിയുള്ളൂ ബിയം അടിച്ച് ചോദിക്കുക. 2 പ്രാവശ്യം അദ്ദേഹം മൈക്ക് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദമില്ലായിരുന്നു. അപ്പോ ഇടവിട്ട് രക്തവും ഇടവിട്ട് ശുദ്ധിയും കാണുന്ന സ്ത്രീ, എന്നാൽ നിയമപരമായിട്ട് 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണുന്നുണ്ട്, 15 ദിവസത്തിൽ താഴെയുള്ള ദിവസമേ ഈ രക്തവും ശുദ്ധിയുടെ ഇടവിട്ട് കണ്ട ദിവസങ്ങളുള്ളൂ എന്ന് വന്നാൽ ഈ രക്തം കണ്ട സമയവും രക്തമില്ലാതെ ശുദ്ധി ഉണ്ടായ സമയവും ഒക്കെ ഹൈളാണ് എന്നാണ് വിധി. പക്ഷേ ആദ്യം 1 or 2 ദിവസം രക്തം കണ്ടു, പിന്നെ പൂർണ്ണ ശുദ്ധിയുടെ ലക്ഷണം കണ്ടു. എന്നാൽ ആ പൂർണ്ണ ശുദ്ധിയുടെ ലക്ഷണം കാണാന്ന് പറയാൻ കാരണം രക്തം പെട്ടെന്ന് നിന്നാ പോരാ, പഞ്ഞിയോ അതിൽ കോട്ടൺ തുണിയോ പോലത്തത് യോനിയിൽ വെച്ച് ഏതാനും സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്തു നോക്കുമ്പോൾ രക്തത്തിന്റെ ചെറിയ പാട് ഈ പഞ്ഞിയിലോ ഈ കോട്ടൺ തുണിയിലോ കാണുന്നുണ്ടെങ്കിൽ ശുദ്ധിയായിട്ടില്ല എന്ന് ഉറപ്പ്. അങ്ങനെ വെച്ച് നോക്കിയിട്ട് യാതൊരു അടയാളവും കാണുന്നില്ല, ശുദ്ധിയുടെ ലക്ഷണമാണ് കാണുന്നതെങ്കിൽ കുളിച്ച് നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ വീണ്ടും കുറെ കഴിഞ്ഞതിന് ശേഷം, 1 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും രക്തം കാണുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ആ നിസ്കാരാദി കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുകയും പിന്നീട് ശുദ്ധി വന്നതിന് ശേഷം കുളിച്ചതിന് ശേഷം മാത്രം ചെയ്യുകയും വേണം. റമളാൻ മാസത്തിലാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ 1 ദിവസം ശുദ്ധി കണ്ടപ്പോൾ ആ ദിവസം നോമ്പ് നോറ്റിരുന്നു എങ്കിൽ ആ നോമ്പ് സഹിയാവുകയുമില്ല. എന്നാൽ എല്ലാ മാസവും ഇങ്ങനെയാണ് എങ്കിൽ അപ്പോ ശുദ്ധിയുടെ ലക്ഷണം കാണാൻ തുടങ്ങിയ ഉടനെ കഴിച്ച് ശുദ്ധിയായി നിസ്കരിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ ആദ്യം ഇങ്ങനെ ശുദ്ധി കാണുന്ന സമയത്ത് പൂർണ്ണശുദ്ധിയുടെ ലക്ഷണം കണ്ടാൽ കുളിച്ച് നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നീട് രണ്ടാമത് രക്തം വീണ്ടും മടങ്ങി വന്നാൽ അതൊക്കെ നിർത്തിവെക്കുകയും 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് രക്തം വന്ന് ശുദ്ധിയായാൽ അതുവരെയുള്ള എല്ലാ ദിവസങ്ങളും ഹൈളാടെന്ന് വെക്കുകയും വേണം. ഒരു അഭിപ്രായം ചോദിക്കാനാണ് ഇങ്ങനത്തെ ചോദിക്കാൻ. ഇപ്പോഴത്തെ യൂറോപ്യൻ ക്ലോസറ്റ് അത് എന്തായാലും നജസ് തെറിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ നമ്മളൊക്കെ വീട് ഉണ്ടാക്കപ്പോ വെക്കാൻ പോവാണ് അടുത്ത്. ഉസ്താദിന്റെ അഭിപ്രായം ചോദിക്കണം, അതാണ് നല്ലത്, അല്ല സാധാരണ കോളേജിനായിട്ടാണ് നല്ലത് എന്നൊരു അഭിപ്രായം ചോദിക്കാനാണ്. അഭിപ്രായം പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സാധിക്കുമെങ്കിൽ രണ്ടും കൂടി വെക്കുന്നതാണ് നല്ലത്. സാധാ ക്ലോസറ്റും വെക്കൊന്ന്, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റും ഒന്ന് വെക്കുക. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിച്ചാൽ നജസ് തെറിക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറയുന്നത് വെറുതെയാണ്. അതിനൊക്കെ എന്തൊക്കെ ജാതി ഹിക്മത്തുണ്ട്. ചുപ്പൊടി തെറിക്കാതെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. എന്റെ വീട്ടിലൊക്കെ അങ്ങനെ രണ്ടുമുള്ള ഇതുണ്ട്, ഒന്ന് മാത്രമുള്ളതുണ്ട്. സാധാരണ അറബി ക്ലോസറ്റ് എന്നാ അവര് പറയാം. അങ്ങനത്തെ സാധാ നാടൻ ക്ലോസറ്റ് സ്വന്തം വെച്ചതുകൊണ്ട്, അതുപോലെ അറബി അല്ലാത്ത യൂറോപ്യൻ ക്ലോസറ്റ് ഒറ്റയ്ക്ക് വെച്ചുകൊണ്ട് രണ്ടായാലും തെറിക്കുന്നത് എനിക്ക് അനുഭവത്തിലില്ല. എന്നാൽ രണ്ടും കൂടി പറ്റുമെങ്കിൽ അതാ നല്ലതെന്ന് പറയാൻ കാരണം സാധാരണഗതിയിൽ നല്ലത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ലാത്ത സാധാ ക്ലോസറ്റിൽ ഉപയോഗിക്കലാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭാവസ്ഥയിൽ, അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് കാൽമുട്ടിന് വേദന വരികയോ അല്ലെങ്കിൽ കൊടവയറുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ അറബി ക്ലോസറ്റിൽ ഇരുന്ന് വിസർജനം നടത്താൻ കഴിയില്ല. ഇങ്ങനെയുള്ള പ്രത്യേക സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭാവസ്ഥയില് സ്ത്രീകളായാലും പുരുഷന്മാരും കാൽമുട്ടിന് വേദന വരുന്ന സമയത്ത്, കൊടവയറുണ്ടാകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ സൗകര്യം യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പൊ സാമ്പത്തിക സ്ഥിതി അനുകൂലമാണെങ്കിൽ, സൗകര്യപ്പെടുമെങ്കിൽ
ഒന്നിലെങ്കിലും ഒരു ടോയ്ലറ്റിലെങ്കിലും 2 ക്ലോസറ്റും വെക്കുക. ഇനി അതിന് കഴിയില്ലെങ്കിൽ 1 യൂറോപ്യൻ ക്ലോസറ്റും വെക്കുക, മറ്റൊന്നിൽ സാധാ ക്ലോസറ്റും വെക്കുക. എന്നാൽ ഇങ്ങനെ അസൗകര്യങ്ങൾ, രോഗം, വിഷമൊക്കെ ഉള്ളവർക്ക് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക, അല്ലാത്തവർക്ക് മറ്റേ ഉപയോഗിക്കുക. രണ്ടും പ്രായോഗികമായി നല്ലതാണ്. ഒന്ന് സൂക്ഷിച്ചാൽ നജസാകാതെ തന്നെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പ്രത്യേക സൈസ് ക്ലോസറ്റ് ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റ്. അത് ശ്രദ്ധിച്ചാൽ അതിന്റെ മുകളിൽ അറേബ്യൻ ക്ലോസറ്റിൽ എന്നതുപോലെ ചവിട്ടി ഇരുന്നു കൊണ്ട് തന്നെ വിസർജിക്കാൻ പറ്റുന്ന ക്ലോസറ്റ് ഇന്ത്യയിൽ കിട്ടും. ഞാൻ അത് വേണമെങ്കിൽ അതും വാങ്ങിയേക്കുക. സാധാരണ അസൗകര്യം ഉണ്ടാവുക. അപ്പൊ ഒരു ഉപദേശം എന്നുള്ള ആൾക്കാരെ പറയുന്നത് ഇപ്പൊ ഒരു സ്വയം നോക്കുമൊന്നുമല്ല. രണ്ടും കൂടി പറ്റുമെങ്കിൽ അതാണ് പ്രായോഗികമായി നല്ലത്. സമയം വളരെ പോണ്ട്. 5 മിനിറ്റ് കൂടി തുടരും. ഉസ്താദ് 1 മിനിറ്റ് ചോദിക്കാനല്ല ഉസ്താദ്, ഞാൻ 2ാമത് മൈക്കിൽ വരുന്ന സമയം ഉണ്ടാവില്ല. ഉസ്താദ് നിർത്തുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ അലി അൻസാരി ഉസ്താദിന്റെ അനുജൻ MI അൻസാരി ഉസ്താദ് എല്ലാ സമയത്തും മൈക്കെടുത്ത് പ്രസംഗിക്കുന്നില്ലെങ്കിലും സലാത്തിന്, മൗലിദിന്, മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും 100% സഹകരിക്കുന്ന ഉസ്താദാണ്. മൂപ്പര് ഫിനിഷിംഗ് ആക്കി നാട്ടിൽ പോവാണ്. അത് റാഹത്താവാനും ഒരു ചെറിയ ജോലി സംബന്ധമായിട്ട് തർത്തിബാക്കണം നാട്ടിലുണ്ട്. അതെല്ലാം ശരിയാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഇന്നലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഉസ്താദ് ലാസ്റ്റ് ഉൾപ്പെടുത്തണം. ഇബ്രാഹിം മുസ്ലിയാർ തെക്കുമല എന്ന അദ്ദേഹത്തിന്റെ പേര്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറ്റ് അടുത്ത ചോദ്യകർത്താക്കന്മാർ പെട്ടെന്ന് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞങ്ങൾ ചെന്നൈയിലാണുള്ളത്. ഉസ്താദിന് ഇവിടെ ഒരു PM വന്നിട്ടുണ്ടായി. പരിശുദ്ധ റമളാൻ മാസത്തില് ചൊവ്വാഴ്ച തുടങ്ങിയ ചില ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറയാറുണ്ട്. അത് റമളാൻ മാസത്തില് എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയല്ല. എന്തെങ്കിലും പ്രധാന കാര്യം ചെയ്യുന്നത് ചൊവ്വാഴ്ച തുടങ്ങിയ ദിവസങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ടോ? ചൊവ്വാഴ്ച റമളാൻ മാസത്തിൽ നഹ്സിന്റെ ദിവസങ്ങളുണ്ടോ എന്ന് ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ടായി. അദ്ദേഹത്തിന് മൈക്കില്ലാത്തത് കൊണ്ട് എനിക്ക് PM ചെയ്യാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ സഖാഫി വീരമംഗലം എന്റെ അടുത്തുണ്ട്. അദ്ദേഹം ഉസ്താദിന് പ്രത്യേക അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈഹിം സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അരികുട്ടി ഉസ്താദിനെ അന്തമാനിന്ന് വിടുതിയില്ല. ഇതിന്റെ ഇടയ്ക്ക് അലിക്കുട്ടി ഉസ്താദിനെ എല്ലാവരും കൂടി അന്തമാനക്ക് നാട് കടത്തിയിനി. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് രാജ്യദ്രോഹ കുറ്റം വല്ലതും ചെയ്തോലെയാണ് അന്തമാനക്ക് നാട് കടത്തല്. അങ്ങനെ കുറച്ചു കാലം അന്തമാനിൽ താമസിച്ചപ്പം ഇപ്പൊ കുറ്റം കഴിഞ്ഞിട്ട് ഇപ്പോ എവിടെയാണെന്ന് പറഞ്ഞ് നമ്മളെ ചെന്നൈയിൽ, വെല്ലൂർക്കല്ല, അത് പഠിച്ചോൻ കാത്ത്. പണ്ട് അങ്ങനെയാണ്, വെല്ലൂർ സെൻട്രൽ ജയിലിൽ അയക്കലാണ് കുറെ ആളുകളെ വെല്ലൂർ സെൻട്രൽ ജയിലിൽ അയക്കും. വേറെ കുറച്ച് ആളുകളെയാണ് ഈ അന്തമാനിക്ക് അയക്കല്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രമായ കേരളത്തിൽക്കും അതുപോലെ തന്നെ മോമിനീങ്ങളെ നാടാവുന്ന നമ്മുടെ അറബി ലോകത്തേക്കും ഒക്കെ അല്ലാഹു തആല സ്വതന്ത്രനാക്കി വിട്ടുകൊടുക്കട്ടെ എന്ന് ദുആരക്കുക. ഏത് ദിവസവും അനുവദനീയമല്ലാത്തതില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. കച്ചവടം തുടങ്ങാന്, വീട് കുറ്റിയടിക്കാന്, കുടികൂടാന്, കട്ടില വെക്കാന്, കല്യാണം നടത്താന് ഏത് ദിവസവും പറ്റും. അത് ചൊവ്വാഴ്ചയും പറ്റും, ശനിയാഴ്ചയും പറ്റും, ഏത് ദിവസവും പറ്റും. എന്നാൽ ഉത്തമമായ ചില ദിവസങ്ങളുണ്ട്. വെള്ളിയാഴ്ച, തിങ്കളാഴ്ച പോലെയുള്ള നല്ല ഉത്തമമുള്ള ചില ദിവസങ്ങളുണ്ട്. ഈ നിലക്ക് റമളാനായി എന്നതുകൊണ്ട് വീരമംഗലം അവിടെ ഉണ്ടാവില്ല. ഉമർ സഖാഫി വീരമംഗലം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ആമീൻ. അപ്പോ ചൊവ്വാഴ്ചയായി എന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നോ അതല്ലെങ്കിൽ ശനിയാഴ്ചയാണ് എന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നോ ഇസ്ലാമിലില്ല. തിങ്കളാഴ്ച ആകുന്നത് ചില ഖൈർ കൂടുതലുണ്ട്, വെള്ളിയാഴ്ച ആകുന്നതിൽ ചില ഖൈർ കൂടുതലുണ്ട്,
കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ വ്യാഴാഴ്ച തുടങ്ങുന്നതിൽ കുറെ ഹൈറുകളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നഹ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് റമദാൻ മാസത്തിൽ നഹ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്ന് മാത്രല്ല, എനിക്ക് തോന്നുന്ന PM അടിച്ച ആളാലിക്കുട്ടി ഉസ്താദെ മൈക്കില്ലാത്തത് കൊണ്ടാവൂല. വഹാബികളുടെ ഒരു പുക ഉണ്ട്, ഐറ്റങ്ങൾക്കൊക്കെ പുകയാണല്ലോ. അന്തല്ലാതെ കൂട്ടരാ, അന്തം കമ്മി ഇനി പണ്ട് പറയല്. ഇപ്പൊ അന്തം കമ്മിയല്ല, അന്തല്ലാതെയാ. ഈ അന്തല്ലാതി കൂട്ടരാവുന്ന വഹാബികള് പറഞ്ഞുണ്ടാക്കണ ഏറ്റവും പുണ്യമുള്ള കാലല്ലേ റമദാൻ. അതെ, റമദാൻ ഒടുവിലെ 10 പ്രത്യേകം പുണ്യമുള്ളതല്ലേ. അതെ, എന്നിട്ട് ഈ റമദാനിലെ ഒടുവിലെ 10 പോലും കണ്ടോ, മാഡിനിന്റെ കലണ്ടറിൽ, മർക്കസിന്റെ കലണ്ടറിൽ നഹ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞാപ്പോൾക്ക് തിരിഞ്ഞോ എന്താ നഹ്സ്? നഹ്സ് എന്ന് പറയുന്നത് ദുന്യവിയായ, നല്ലോണം മനസ്സിലാക്കുക, ദുന്യവിയായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമില്ലാത്ത സമയം എന്നാണ് നഹ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ദുന്യവിയായ കാര്യങ്ങൾക്ക് ഉത്തമം കുറഞ്ഞ സമയം എന്നാണ് നഹ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും റമദാൻ മാസം ഉഖ്റവിയായ കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ട സന്ദർഭമാണ്. ഒടുവിലെ 10 പ്രത്യേകിച്ചും ഉഖ്റവിയായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ട സമയമാണ്. ഇബാദത്തിൽ മുഴുകി ഇത്തികാഫിലായി, ഖുർആൻ പാരായണത്തിലായി, ഇസ്തിഗ്ഫാറിലായി, ദിക്ർ ദുആകളിലായി സമയം മുഴുവൻ വിനിയോഗിക്കേണ്ട സമയമാണ് റമദാൻ പൊതുവിലും ഒടുവിലെ 10 പ്രത്യേകിച്ചും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരുവിധത്തിൽ ദുന്യവിയായ കാര്യങ്ങൾക്കൊക്കെ റമദാൻ മാസം മുഴുവനും നഹ്സ. കാരണം എന്താ, അതിന് നമ്മൾ സമയം കൊടുത്താൽ ഉഖ്റവിയായ കാര്യങ്ങൾക്ക് അല്ലാഹു തആല കോരിച്ചൊരിഞ്ഞ് പ്രതിഫലം നൽകുന്ന സമയത്ത് അത് നഷ്ടപ്പെടും, ദുന്യാവിലേക്ക് തിരിയും. ആ നിരക്ക് ദുന്യവിയായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട സമയമല്ല റമദാൻ. ഉഖ്റവിയായ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ട സമയമാണ്. അതുകൊണ്ട് റമദാനിൽ നഹ്സ് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ദുന്യവിയായ പ്രധാനപ്പെട്ട ശ്രദ്ധ തിരിയുന്ന സമയം കൂടുതൽ വിനിയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ റമദാനിൽ നിന്ന് മാറ്റിവെക്കുകയും ഇബാദത്തുമായി പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതുമായ ഇബാദത്തിൽ മുഴുകുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട പുണ്യ ദിവസങ്ങൾ നല്ല മനസ്സിലാക്കുക, ചില പ്രധാനപ്പെട്ട പുണ്യ ദിവസങ്ങൾ നഹ്സാണ് എന്ന് കാണിച്ചത് എന്താണ് എന്ന് തിരിയാതെ വഹാബികൾ നട്ടം തിരിയുകയാണ്. സുന്നികളോട് പറയാനുള്ളത്, അപ്പറഞ്ഞതിന്റെ അർത്ഥം പരലോകത്ത് വലിയ പുണ്യം കിട്ടുന്ന സ്വാലിഹായ അമലുകൾക്ക് വിനിയോഗിക്കേണ്ട ഈ സമയം ദുന്യവിയായ ഇത്തരം കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച് ശോലമാറ്റിക്കൊണ്ട് ആവായി കോണ് നഹ്സാണ്. അപ്പോ റമദാൻ മുഴുവനും ആ അർത്ഥത്തിൽ നഹ്സാണ്, പുണ്യ ദിവസങ്ങൾ പ്രത്യേകിച്ചും നഹ്സാണ്. റമദാനിൽ നഹ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുന്യവിയായ കാര്യങ്ങൾ തുടങ്ങാനും ഏർപ്പെടാനും ഉപയോഗിക്കാതിരിക്കേണ്ടതും എന്നാൽ ഉഖ്റവിയായ പുണ്യം നേടാൻ വേണ്ടിയുള്ള സൽക്രമങ്ങളിൽ വ്യാപൃതനാകേണ്ടതുമായ സമയമാണ് എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ റമദാനിൽ നഹ്സ് ഉണ്ടാവുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. മനസ്സിലായില്ലേ? ഇനി സമയമില്ല, ബാങ്കുടുക്കാനായി, ആളുകൾ കുറെ കൂടി ബാക്കിയുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുക, മറ്റു നിവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ ശരീഫിനെ അതർഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കാനും ധാരാളം സ്വാലിഹായ അമലുകളെ കൊണ്ട് സജീവമാക്കാനും അത് മുഖേന അള്ളാഹുവിന്റെ പൊരുത്തം നേടി അവന്റെ റഹ്മത്ത് ലഭിച്ച് അവന്റെ മഗ്ഫിറത്തിന് അർഹരായി നരകത്തിൽ നിന്നിട്ട് എത്തിച്ചെല്ലപ്പെട്ട കൂട്ടത്തിൽ അള്ളാഹു തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിനെ യഥോചിതം സ്വീകരിച്ച് ബഹുമാനാദരവോടുകൂടി യാത്ര അയച്ച് നാളെ പരലോകത്ത് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, നിന്റെ മഹലായ ഫضل കൊണ്ട് പാവികളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മാപ്പാക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ജീവിക്കുന്ന സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്തല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തന്നില്ലെങ്കിൽ മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല റഹ്മാനെ. അല്ലാഹുവേ,
നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്നാൽ നിന്റെ ഖജനാവിൽ യാതൊരു കുറവും വരികയില്ല റഹ്മാനെ. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിയ്യത്തുകളും സ്വഭാവങ്ങളും നീ പൊരുത്തപ്പെട്ട വഴിയിലാക്കി തരണേ അല്ലാ. നീ വെറുത്തതിൽ നിന്നും വിരോധിച്ചതിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിനായി ആഫിയത്തുള്ള